ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. നമുക്കിന്ന് എടുക്കാനുള്ളത് സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ പല വിദ്യാർത്ഥികൾക്കും അശ്രദ്ധ കാരണം ആൻസറുകൾ മാറിപ്പോകുന്ന സാഹചര്യം, തെറ്റായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ +1 മാത്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകൾ നമ്മൾ എടുത്താൽ അതിൽ നിൽക്കുന്ന ചാപ്റ്ററാണ് സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് എന്താണ് സെറ്റ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾസ് പറഞ്ഞാൽ, നമ്മുടെ +1 ക്ലാസ്സിലുള്ള ബോയ്സിന്റെ എണ്ണം, ആ ബോയ്സ്, നമ്മൾ +1 ക്ലാസ്സിലുള്ള ബോയ്സ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ പേര്, ഇപ്പോൾ അമൽ, ഷെബീബ്, അങ്ങനെ ഓരോരുത്തരുടെ പേരിന് കോമട്ട് ചെയ്താൽ വെൽ ഡിഫൈൻഡ് ആണ് അല്ലെ. അതായത് ആര് വന്നിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ള ബോയ്സിന്റെ പേരിങ്ങനെ എഴുതിയെടുത്താലും ആ എണ്ണം തന്നെ ഉണ്ടാവും. അപ്പൊ 20 ബോയ്സ് ആണെങ്കിൽ ആ 20 ബോയ്സ് ആണ്. വേറൊരാൾ വന്നിട്ട് എഴുതിയെടുക്കുമ്പോൾ 21 ബോയ്സ് ആകുന്നില്ല. ഇനി നമ്മുടെ ക്ലാസ്സിലുള്ള ബോയ്സിലെ നന്നായിട്ട് ഓടാൻ കഴിയുന്ന, നന്നായിട്ട് റണ്ണ് ചെയ്യാൻ കഴിയുന്ന ആ കഴിവുള്ള ആ ഒരു എബിലിറ്റി ഉള്ളവരുടെ എണ്ണം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്നുള്ള കുട്ടികള്, നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള, അപ്പൊ ഓരോരുത്തരും മെഷർ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വെൽ ഡിഫൈൻഡ് അല്ല. ഒരാൾ പറഞ്ഞത് തന്നെ ആവണമെന്നില്ല മറ്റൊരാൾ പറഞ്ഞത്. ഇപ്പൊ വേൾഡിൽ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിവുള്ള 10 പ്ലേയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയും മറ്റുള്ളവർ പറയുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും. അത് വെൽ ഡിഫൈൻഡ് അല്ല. എന്നാലോ കഴിഞ്ഞ വേൾഡ് കപ്പില് ഫൈനലിൽ അർജന്റീനക്ക് വേണ്ടി കളിച്ച 11 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. ആര് പറഞ്ഞാലും ആ 11 പ്ലേയേഴ്സ് ഉണ്ടാവുക. അത് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലേയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. നമ്മളൊരു ധാരണ ഉണ്ട്, സെറ്റിലെ നമ്പേഴ്സും ആൽഫബറ്റിക്കും മാത്രമുള്ളൂ എന്നുള്ള. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അധിക ക്വസ്റ്റ്യൻസും ആൽഫബറ്റും നമ്പേഴ്സും വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമുക്ക് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സെറ്റിൽ തന്നെ നമ്പേഴ്സുകൾ അടങ്ങിയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലുള്ള കുറച്ച് സെറ്റുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. എന്താണ് നാച്ചുറൽ നമ്പർ ഒന്ന് പറഞ്ഞാണ്. നാച്ചുറൽ നമ്പർ എന്താ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചാ. ഇപ്പൊ മലയാളം മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പർ, കൗണ്ടിങ് നമ്പേഴ്സ്, അതുപോലത്തെ എണ്ണൽ സംഖ്യകൾ അറിയില്ലേ? അതായത് 1 2 3 4 5 6 1 2 3 4 5 6 എക്സെട്ര. ഇതാണ് എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്, ഇതിനെല്ലാത്തിനും കൂടി സെറ്റിലാക്കി നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇനി ഇതിനോട് കൂടെ 0 ഇൻക്ലൂഡ് ആയാൽ എന്താ പറയാ? 0 1 2 3 എക്സെട്ര എന്താ വരിക? വോൾ നമ്പേഴ്സ് എന്ന് പറയും. ഇതിനോട് നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ആയാലോ? 0 1 2 3 4 5 എക്സെട്ര -1 -2 -3 എക്സെട്ര. ഇതിനെന്താ പറയാ? അതായത് പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. പോസിറ്റീവ് നമ്പേഴ്സ് നമുക്കുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് നമുക്കുണ്ട്. ഈ ഒരു സെറ്റിന് പറഞ്ഞ പേരെന്താണ്? ഇൻഡിജേഴ്സ്. എന്താണ്? ഇൻഡിജേഴ്സിൽ തന്നെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. ഏതാ? 1 2 3 4 5 6 എക്സെട്ര. നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. എന്താണ്? -1 -2 -3 -4 -5 എക്സെട്ര. പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് പോസിറ്റീവ് ഇൻഡിജേഴ്സും നെഗറ്റീവ് ഇൻഡിജേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയത്. പോസിറ്റീവ് ഇൻഡിജേഴ്സും നെഗറ്റീവ് ഇൻഡിജേഴ്സും അതോട് കൂടെ തന്നെ ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ആയത്. അതിന് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. 6 എന്ന് സൂചിപ്പിക്കും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതൊക്കെ റിയൽ നമ്പേഴ്സ്. അപ്പൊ ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കണം, ആവശ്യമുള്ളതാണ് ഫസ്റ്റ് നമ്പർ സിസ്റ്റം. ഇനി നമ്പർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് മറ്റൊരു സംഗതി ഞാൻ അറിഞ്ഞിരിക്കാനുള്ളത്. നമ്പർ സിസ്റ്റം കഴിഞ്ഞാൽ മറ്റൊന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു ഓപ്പറേഷൻസ് ഓഫ് സെറ്റ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് അറിയും, നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് പഠിച്ച സംഗതികളാണ്. നമ്മൾ സിസ്റ്റം പറഞ്ഞു, സ്കൂളുകളിൽ നിന്നൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാഗങ്ങളും ഒന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമ്പർ സിസ്റ്റം കഴിഞ്ഞാൽ നമുക്ക് സെറ്റിന്റെ ഓപ്പറേഷൻസ്. ഒരു സെറ്റ് ഇപ്പോൾ എ എന്നുള്ള സെറ്റ്, നമുക്ക് എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്, സി എന്നുള്ള സെറ്റ് ഉണ്ട്. സി എ ബി സി, എ എന്നുള്ള സെറ്റ് ആണ് 1 2 3 4, 1 2 3 4. ബി എന്നുള്ള സെറ്റ് ആണ് 2 4. സി എന്നുള്ള സെറ്റ് ആണ് 1 3. ഇനി സെറ്റിന്റെ ഓപ്പറേഷൻസിൽ ആദ്യം നമുക്ക് അറിഞ്ഞ യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റ്, സെറ്റിന്റെ യൂണിയൻ എടുക്കുക എന്ന് വെച്ചാൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സും ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സും ഒന്ന് ചെയ്ത് ആദ്യം ഞാൻ എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് ചെയ്ത് 1 2 3 4. ഇനി ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. 2 എന്നുള്ള എലമെന്റ് ആണ്, 2 എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ട്, നമുക്ക് വീണ്ടും എഴുതണ്ട. 4 എന്നുള്ള എലമെന്റ് ആണ്, 4 എന്നുള്ള എലമെന്റ് ഇവിടെ ഉണ്ട്, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഒരു സെറ്റിൽ ഒരിക്കലും നമ്പേഴ്സുകൾ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ ഇതിനെയാണ് എ യൂണിയൻ, ഈ ഒരു സിമ്പിളാണ് കൊടുക്കുക, എ യൂണിയൻ ബി എന്ന് പറയും. ഇനി എ ഇന്റർസെക്ഷൻ ബി, അതായത് ഇനി മറ്റൊരു സംഗതിയാണ് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. എ ഇന്റർസെക്ഷൻ ബി, ഇവിടെ എയിൽ 1 ഉണ്ട്, പക്ഷെ ബിയിൽ 1 ഉണ്ടോ? ഇല്ല. എയിൽ 2 ഉണ്ട്, ബിയിൽ 2 ഉണ്ടോ? 2 ഉണ്ട്. അപ്പൊ 2 നമുക്ക് ഇവിടെ എഴുതാം 2. എയിൽ 3 ഉണ്ട്, ബിയിൽ 3 ഉണ്ടോ? ഇല്ല. എയിൽ 4 ഉണ്ട്, ബിയിലും 4 ഉണ്ട്, 4 എഴുതാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടി. അപ്പൊ എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി. ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, അതുപോലെ ഓപ്പറേഷൻസിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റിന്റെ ഡിഫറൻസ്, അതായത് എ മൈനസ് ബി, എ മൈനസ് ബി. അതായത് എയിൽ നിന്ന്, എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സുകളെ ഒഴിവാക്കുക. എ എന്നുള്ള സെറ്റിൽ നിന്ന് ബി എന്നുള്ള സെറ്റിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ്സിന് മൈനസ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എഴുതുക നമുക്ക്. അപ്പൊ ഏതൊക്കെ വരിക? എ എന്നുള്ള സെറ്റിൽ 1 ഉണ്ട്, പക്ഷെ ബിയിൽ 1 ഉണ്ടോ? ഇല്ല. അപ്പൊ എ മൈനസ് ബിയിൽ 1 ഉണ്ടാവും, കാരണം ബിയിൽ ഉണ്ടെങ്കിലേ ഒഴിവാക്കിയാൽ മതി. പക്ഷെ എയിൽ 2 ഉണ്ട്, അത് ബിയിലും ഉണ്ട്, അത് ഒഴിവാക്കണം നമുക്ക്. അപ്പൊ 2 എഴുതേണ്ട ആവശ്യമില്ല. 3 എഴുതാം. 4 എഴുതണോ? വേണ്ട. കാരണം എന്താണ്? 4 എന്നുള്ള എലമെന്റ് എന്തിലുണ്ട്? ബിയിലുണ്ട്. ഇതാണ് എ മൈനസ് ബി എന്നുള്ള ഒരു സംഗതി. ഇനി അടുത്തതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. അപ്പൊ ഈ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് പറയുമ്പോൾ ഞാൻ സി എന്നുള്ള സെറ്റ് അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് കോംപ്ലിമെന്റ്, ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. എ ഡാഷ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എ ഡാഷ് എ കോംപ്ലിമെന്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടില്ല. ഞാൻ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര 9 വരെയുള്ള നമ്പേഴ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് വരാണ്ട് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എ, ഇപ്പോൾ എ കോംപ്ലിമെന്റ് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ വരുന്നത് യു മൈനസ് എ എന്നാണ്. യു മൈനസ് എ, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്ത് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കിട്ടും. എന്തായിരിക്കും എ കോംപ്ലിമെന്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എയിൽ നിന്ന് യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്നുള്ള സെറ്റിനെ ഒഴിവാക്കിയതാ. അപ്പൊ 1 എഴുതാൻ സാധിക്കുമോ? 2 എഴുതാൻ സാധിക്കുമോ? ഇല്ല. 3 എഴുതാൻ സാധിക്കുമോ? ഇല്ല. അതൊക്കെ എന്തിലുണ്ട്? എയിലുണ്ട്. അതിനൊക്കെ ഒഴിവാക്കണം. ബാക്കിയുള്ളതാണ് എഴുതേണ്ടത്. 4 എഴുതാൻ സാധിക്കുമോ? ഇല്ല. ബാക്കി ഏതൊക്കെ ഉണ്ട്? 5 6 7 8 9. ഇത് നിങ്ങൾക്കിപ്പോ യൂണിയൻ ഓഫ് സെറ്റ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്, കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്, ഡിഫറൻസ് ഓഫ് സെറ്റ്, 4 കാര്യങ്ങൾ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന സംഗതിയാണ്. നമ്മൾക്ക് ഇത് ബുദ്ധിമുട്ടായി പോകുന്നതാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾക്ക് മാറിപ്പോവുക. സെറ്റിനെ നമ്മൾ പല രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യും. ഇതൊക്കെ നോട്ട് ചെയ്യട്ടാ, നോട്ട് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സെറ്റിനെ പല രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതിൽ 2 രീതികളുണ്ട്. എന്തൊക്കെയായിരുന്നു സെറ്റിനെ റെപ്രസെന്റ് ചെയ്ത്? എന്തൊക്കെ? റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് ഫോമും ഉണ്ട് അല്ലെ? 3 ഉണ്ട്. അതിൽ ഒന്നാമത് റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. 2 രൂപത്തിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് റൈറ്റ് ദ സെറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഞാൻ റൗണ്ട് ചെയ്ത ഈ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ.
ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ഇൻ റോസ്റ്റർ ഫോം. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സെറ്റ് ഏത് ഫോമിലാണ് തന്നിട്ടുള്ളത്? ഈ തന്നതാണ് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇങ്ങനെ അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഈ ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഏത് ഫോമിലാണ്? സെറ്റ് ബിൽഡർ ഫോമിൽ. അതിന് എന്തിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. അതായത് അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സെറ്റിനെ രണ്ട് രൂപത്തിൽ പറയാൻ സാധിക്കും. ഒരു സെറ്റിനെ രണ്ട് രൂപത്തിൽ പറയും: സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം. മൂന്നാമത്തെ റെപ്രസെന്റേഷൻ മറ്റൊരു റെപ്രസെന്റേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സെറ്റ് ബിൽഡർ ഫോം നേരത്തെ സെറ്റ് ബിൽഡർ ഫോമിൽ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാനാണ്. അവിടെ തന്നിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോമില എന്ന് വെച്ചാൽ സെന്റൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെ മനസ്സിലാക്കിയാൽ സെന്റൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ആ സെറ്റ് എന്താണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ഫൈനൽ അർജന്റീനക്കും വേണ്ടി കളിച്ച 11 പ്ലേയേഴ്സ് എന്നുള്ളത്, ആ 11 പ്ലേയേഴ്സിന്റെ പേര് കോമട്ട് എഴുതൂലെ. ഫോർ എക്സാമ്പിൾ ലയണൽ മെസ്സി, അൽവാരസ്, മാർട്ടിനസ്, പിന്നെ ഓരോ 11 ആളെ പേര് കോമട്ട് എഴുതിയാൽ അതിന് പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം എന്നുള്ളത്. നേരെ കുറച്ച് അത് വേർഡ്സ് എഴുതി പ്ലേയേഴ്സ് എന്ത് അർജന്റീനക്കും വേണ്ടി കളിച്ച പ്ലേയേഴ്സ് എന്നുള്ള വേർഡ്സിൽ എഴുതിയാൽ അതെന്താണ്? അർജന്റീനക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സ് എന്നുള്ള വേർഡ്സിൽ എഴുതി, പേരുകൾ എഴുതിയില്ല. മൊത്തത്തിൽ 11 പ്ലേയേഴ്സ്. ആ 11 പ്ലേയേഴ്സ് എന്ന് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് എന്താണ്? അത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇവിടെ നോക്കി, തൊട്ട് മുമ്പത്ത് നോക്കി, എക്സ് എന്നുള്ള പോസിറ്റീവ് ഇന്റിജർ ആണ്. 40നേക്കാൾ എക്സിന്റെ സ്ക്വയർ എന്നുള്ള എന്താവും? ലെസ് ദാൻ 40, 40നേക്കാൾ ചെറുതായിരിക്കും. ആ നമ്പേഴ്സ് എഴുതിയിട്ടില്ല, ആ നമ്പേഴ്സ് അവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ, എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40, 40നേക്കാൾ ചെറുതായിരിക്കണം എക്സ് സ്ക്വയർ എന്നുള്ളത്. അപ്പൊ ഈ എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ ആ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ സ്ക്വയർ എന്നുള്ളത് 40യേക്കാൾ ചെറുത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് ഇന്റിജർ ആണ്. ഇപ്പൊ നോക്ക്, 1 എടുക്കണ ഞാൻ സ്ഥാനത്ത്. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1ന്റെ സ്ക്വയർ എത്ര? 1 അല്ലെ. അപ്പൊ എന്താ വരിക? എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ y ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. കാരണം 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, അത് 40യേക്കാൾ ചെറുതാണ്. 2 എന്നുള്ള നമ്പർ എടുത്താലോ? 2 എന്നുള്ള നമ്പറിന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 എന്നുള്ള 40യേക്കാൾ ചെറുതല്ലേ. അപ്പൊ നമുക്ക് 2 ഓക്കെ ആണ്. 2. ഇനി 3 എന്നുള്ള നമ്പർ 9 അല്ല, 3ന്റെ സ്ക്വയർ 3 ഓക്കെ ആണ്. ബാക്കി ഏതൊക്കെയാ ഒന്ന് പറഞ്ഞാണ്? ഏതൊക്കെ വരും പറയടാ? 4 വരില്ലേ? 4ന്റെ സ്ക്വയർ 16 ആണ്. ഓക്കെ, 4 വരും. പിന്നെ ഏത് വരും പറഞ്ഞോളി? 5. പിന്നെ 6, 7 വരുമോ? ഇല്ല. കാരണം എന്താ? 7 സ്ക്വയർ എത്ര? 49 ആണ്. ഇത് 40യേക്കാൾ ചെറിയ നമ്പർ ആണോ? ലെസ് ദാൻ ആണോ? അല്ല. അപ്പൊ നമുക്ക് ഈ സെറ്റിൽ ഏതൊക്കെയാ വരിക? സെറ്റിൽ വരാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. ഇതല്ലേ നമുക്ക് ഇൻക്ലൂഡ് ആവുക? എനി ഡൗട്ട്? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ഈ ഒരു ഫോമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള y എന്നുള്ള ഫോമാണ്. ഏത് ഫോമാണിത്? റോസ്റ്റർ ഫോം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഏതിലാണ്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ ക്വസ്റ്റ്യൻ തന്നു, നമ്മൾ ഇതിനെ എന്തിലോട്ട് മാറ്റിയ? റോസ്റ്റർ ഫോം. അപ്പൊ ഈ ഒരു ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ അറിയാതെ തെറ്റിപ്പോകുന്നതാണ്. എന്താണ് റോസ്റ്റർ ഫോം, എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് അറിയാത്തല്ലേ നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പൊ വളരെ കുറഞ്ഞ രൂപത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാറൊക്കെ ഉള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? നമ്പർ സിസ്റ്റം പറഞ്ഞ്, ഓപ്പറേഷൻസ് ഓഫ് സെറ്റ് പറഞ്ഞ്, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത് വെൻ ഡയഗ്രം. ഒരു യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞിരുന്നു. അടുത്താണ് വെൻ ഡയഗ്രം. ഒരു സെറ്റിനെ ഡയഗ്രം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ളത് u is equal to 1, 2, 3 etc 10 വരെയുള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ്. 1 മുതൽ 10 വരെയുള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റിനെ നമുക്ക് ഒരു ബോക്സ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് വേറെയും സെറ്റുകളുണ്ട്, യു മാത്രമല്ല വേറെയും സെറ്റുകളുണ്ട്. ഇവിടെ എ എന്നുള്ള സെറ്റ് ഉണ്ട്. എ എന്നുള്ള സെറ്റ് 1, 3, 5, 7, 9. 1, 3, 5, 7, 9 ഓഡ് നമ്പേഴ്സ്. ആ ഒരു സെറ്റ് ഇവിടെ എ എന്നുള്ള ഒരു സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. എ എന്നുള്ള ഒരു സർക്കിൾ ആയിട്ട് ഇവിടെ ഉണ്ട്, എ ഉണ്ട്. ഇനി ബി എന്നുള്ളത് 3, 6, 9 മറ്റൊരു സെറ്റ് ബി എന്നുള്ളത്. അപ്പൊ എയിലുള്ള 2 എലമെന്റ്സ് ബിയിലില്ലേ. അപ്പൊ എ ബിയും കൂടി ചെറിയൊരു കണക്ഷൻ ഉണ്ട്. കണ്ട കണക്ഷൻ ഉണ്ട്. ഞാൻ ഒന്നും കൂടി വലുതാക്കി വരക്കാം. അതാവും നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ സൗകര്യപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബോക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്?
ഒരു ബോക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളൊരു ബോക്സ് ആയിട്ട് ഒരു ബോക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റിനാണ്. 1 മിനിറ്റ്. ഓക്കെ, ഒരു ബോക്സ് ആയിട്ട് റെപ്രസെന്റ്, ഈ ബോക്സ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്? എ എന്നുള്ള സെറ്റ് ഉണ്ട്. എ എന്നുള്ള സെറ്റ് ഇതിന്റെ അകത്തുണ്ട്. എ എന്നുള്ള സെറ്റ് നമുക്ക് ഇതിന്റെ അകത്തുണ്ട്. അവിടെ തന്നെ ബി എന്നുള്ള സെറ്റും കൂടി ഇല്ലേ? ഇപ്പൊ എയും ബിയും കൂടി കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. എയും ബിയും കൂടി കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ആ കോമൺ എലമെന്റ്സ് ആണ് ഇവിടെ ഈ കാണുന്നത്. കോമൺ എലമെന്റ്സ് ആണ്. അവിടെ ഞാനിവിടെ മറ്റൊരു കളറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ എലമെന്റ്സ് ആണ് നമുക്ക് റെഡിൽ കാണിക്കുന്നത് കേട്ടോ. സോറി, 1 മിനിറ്റ്. ഇവിടെ ബി എന്നുള്ള സെറ്റ്, ബിയിലും എയിലും കൂടി ഇൻക്ലൂഡ് ആകുന്ന ഒരു ഭാഗം കണ്ടോ? ഈ ഒരു ഭാഗം നമുക്ക് എന്തിലുണ്ട്? എ എന്നുള്ള സെറ്റിലില്ലേ? എ എന്നുള്ള സെറ്റിൽ ഈ ഒരു ഭാഗം എ എന്നുള്ള സെറ്റിലില്ലേ? എ എന്നുള്ള സെറ്റിലുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം എ എന്നുള്ള സെറ്റിലുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. ഷെയ്ഡ് ചെയ്ത ഭാഗം എ എന്നുള്ള സെറ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ട്ടാ, ഈ ഒരു ഏരിയ എ എന്നുള്ള സെറ്റിലുണ്ട്. ഇനി ഈ ഒരു ഏരിയ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് എന്തായിട്ട് പറഞ്ഞിരുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏരിയ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? എ ഇന്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ടുള്ള. അപ്പൊ ഇതില് ആദ്യത്തേത് എ എന്നുള്ള സെറ്റും രണ്ടാമത്തെ ബി എന്നുള്ള സെറ്റും ആണെങ്കിൽ, ആദ്യത്തെ എ എന്നുള്ള സെറ്റും രണ്ടാമത്തെ ബി എന്നുള്ള സെറ്റും ആണെങ്കിൽ ഇതെന്താണ്? ഞാൻ ഈ ഒരു ഭാഗം ഏതാണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. ഈ ഒരു ഭാഗം ഏതാണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ എടുക്കണം ഈ ഒരു ഏരിയ കംപ്ലീറ്റ്, ഈ എ എന്നുള്ള സെറ്റിന്റെ ബി എന്നുള്ള സെറ്റിന്റെ കംപ്ലീറ്റ് ഭാഗം നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് എന്താ പറയുക? എയിലുള്ള എലമെന്റ്സും കംപ്ലീറ്റ് ഉണ്ട്, ബിയിലുള്ള എലമെന്റ്സും കംപ്ലീറ്റ് ഉണ്ട്. അങ്ങനെ എ യൂണിയൻ ബി. ബ്ലാക്ക് റൗണ്ട് എന്താണ്? എ എന്നുള്ള സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. റെഡ് റൗണ്ട് എന്തിനാണ്? സർക്കിൾ എന്തിനാണ്? ബി എന്നുള്ള സെറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഏതാണ്? എയിലുള്ള എല്ലാ എലമെന്റ്സും, പുറത്തേക്കുള്ള കേട്ടോ, എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും കോമൺ ചെയ്തിട്ടുണ്ട്. അതിനെന്താ പറയാ? എ ഇന്റർസെക്ഷൻ, എ യൂണിയൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മള് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? നമ്പർ സിസ്റ്റം, ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്, റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സബ്സെറ്റ്, സെറ്റുകളുടെ ഭാഗത്തിൽ പറഞ്ഞ സബ്സെറ്റ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ പറയും. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിലൂടെ പറയും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കണ്ടന്റ് ഇങ്ങനെ കേട്ടിട്ട് ബോറടിക്കണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് അപ്പുറം ഉണ്ട്, സാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വരി, നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കി? എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് പറയാം കേട്ടോ. ഈ കാണുന്നില്ല, എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു. ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി എന്താണെന്ന ക്വസ്റ്റ്യൻ. എ എന്നുള്ള എന്താണ്? ബി, എ സബ്സെറ്റ് ഓഫ് ബി, ബിയുടെ ഒരു സബ് ആയിട്ടുള്ള ഭാഗം, സബ്. അപ്പൊ നമുക്ക് വീണ്ടും ഫുട്ബോളിലോട്ട് തന്നെ വരുന്നില്ലേ? സൈഡ് ബെഞ്ച്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ലേ? സബായിട്ട് ഒരു ടീമിന്റെ സബ്, ആ ടീമിന്റെ ഭാഗം കളിച്ചിരുന്ന ആ ടീമിന്റെ ചെറിയ സബാണത്. അപ്പോൾ എ എന്നുള്ള സെറ്റിന് അവിടെ എഴുതുന്നുണ്ട്, ബി എന്നുള്ള സെറ്റ് എഴുതുന്നുണ്ട്. ബി എന്നുള്ള സെറ്റ് നമുക്ക് എന്താ വരുന്നത്? 1 2 3 4 5 6 എന്നുള്ളതാണ് ബി എന്നുള്ള സെറ്റ്. എ എന്നുള്ള സെറ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. എ എന്നുള്ള സെറ്റ് ഇസ് ഈക്വൽ ടു 1 2 3. 1 2 3 എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും എഴുതിയിട്ടുണ്ട്. ഇവിടെ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലും ഇല്ലേ? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലില്ലേ? അതിന് ഇങ്ങനത്തെ സാഹചര്യം വന്നാൽ നമുക്ക് പറഞ്ഞാണ് എ എന്നുള്ള സബ്സെറ്റ് ആണ് എന്ത്? ബിന്റെ. ഇങ്ങനത്തെ സൈനാണ് ഇട്ട് കൊടുക്കുക. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് എന്തും കൂടി മനസ്സിലാക്കാം. എ സബ്സെറ്റ് ആകുമ്പോൾ എ യൂണിയൻ ബി എടുക്കുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടണം? എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും ഒന്ന് ചെയ്തുമ്പോൾ 1 എയിലുള്ള എലമെന്റ്സ് എഴുതണം, ബിയിലുള്ള എലമെന്റ്സ് എഴുതണം. കോമൺ എലമെന്റ്സ് അല്ല, എല്ലാ എലമെന്റ്സ് എഴുതണം. അതാണ് യൂണിയൻ എന്നുള്ള കൺസെപ്റ്റ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുക? 1 എഴുതേണ്ടി വരും, 2 എഴുതേണ്ടി വരും, 3 എഴുതേണ്ടി വരും, 4 5 6 എല്ലാ നമ്പേഴ്സ് എഴുതണ്ടേ. അപ്പൊ ശരിക്കും എന്താണ് അത്? ബി തന്നെ അല്ലേ? അതായത് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണവും എയിലുള്ള ബിയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതുമ്പോൾ 1 2 3 4 5 6 ഇത് തന്നെയല്ലേ ഈ ബി എന്നുള്ള സെറ്റ്? തന്നെയല്ലേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്?
അപ്പൊ എ യൂണിയൻ ബി എന്താ കിട്ടുന്നത് നമുക്ക്? എ യൂണിയൻ ബി എന്ത് കിട്ടുന്നത്? എ യൂണിയൻ ബി കിട്ടുന്നത് ബി എന്നുള്ള സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി ഒരു പോയിന്റ് ആണ്. എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ, എ എന്നുള്ള ബിയുടെ സബ്സെറ്റ് ആകുമ്പോൾ എ യൂണിയൻ ബി ആൻസർ എന്താ കിട്ടുക? ബി എന്നുള്ള സെറ്റിന് കിട്ടും. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? അതാണ് ക്വസ്റ്റ്യൻ. എ ഇന്റർസെക്ഷൻ ബി എന്താവും കിട്ടുക? ഒന്ന് പറഞ്ഞാണെ, ഒന്ന് നോക്കി. എന്താ പറയും കണ്ടെത്തി. എ ഇന്റർസെക്ഷൻ ബി എന്താ കിട്ടുക? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും ആൻസർ കിട്ടുക? നോക്കി. എയിലും എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, എയിലും ബിയിലും കോമൺ എലമെന്റ്സ് അല്ലേ 1 2 3 എന്നുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ തന്നെ അല്ലേ വരിക? ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആ സെറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ. എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ യൂണിയൻ ബി, എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. എങ്ങനത്തെ കണ്ടീഷനിലാണ് ഈ സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുക? എ എന്നുള്ളത് സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ കണ്ടീഷനിലാണ്. ഇങ്ങനെ ക്ലിയർ അല്ലേ? സിമ്പിൾ ഭാഗമാണ്. അതായത് എ എന്നുള്ള സബ്സെറ്റ് എന്നുള്ള തൊട്ട് മുമ്പ് പറഞ്ഞേ, അതായത് എത്തെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറയും നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി. ഇപ്പൊ സിത്തെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ സി സബ്സെറ്റ് ഓഫ് ബി. ഡിത്തെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ ഡി സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഓക്കെ, നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് അങ്ങനത്തെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി, എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ ചെയ്തിരിക്കണേ. എന്താ വരിക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരിക? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റാനാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എന്ത് ഫോമിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. അപ്പൊ നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? വൈ എന്നുള്ള സെറ്റ് എന്താ കിട്ടിയത്? നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് എന്താ? 1 2 3 4 5 6 ഇതല്ല വൈ എന്നുള്ള സെറ്റ് കിട്ടിയത്. ഓക്കെ, നമ്മൾ ചെയ്തതാണ്, ആൻസർ കിട്ടി. ഇനി റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് 2 എന്നുള്ള എലമെന്റ് ഉള്ള സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. അപ്പൊ സബ്സെറ്റുകൾ എഴുതാൻ നമ്മൾ പഠിച്ചതില്ല, നമ്മളൊരു ക്വസ്റ്റ്യനിലൂടെ പഠിക്കുക. ഈ ക്വസ്റ്റ്യനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു സെറ്റ് തരുന്നുണ്ട്. ഇവിടെ എ എന്നുള്ള സെറ്റ്, എ ഇസ് ഈക്വൽ ടു 1 2 3. എടാ ക്ലാസ് ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ട് ചെയ്തു പോയി, ഓരോ ക്വസ്റ്റ്യനിലൂടെ ഓരോ കണ്ടന്റ് പഠിക്കാണ്. തുടക്കത്തിൽ എല്ലാ കണ്ടന്റും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെ ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പൊ സബ്സെറ്റ് എഴുതുക എന്നുള്ള ഭാഗം നമ്മൾ പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വേറെയാണ്, നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് അതിലൂടെ നമുക്ക് പഠിക്കാം. എ എന്നുള്ള സെറ്റിന്റെ സബ്സെറ്റ് എഴുതണം. എന്തൊക്കെയായിരിക്കും? അതായത് നമ്മളൊരു സെറ്റ് എഴുതിയാൽ അത് എ എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സും ഈ നമ്മൾ എഴുതുന്ന സെറ്റിലെ എലമെന്റ്സിനും ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ഇവിടെ ഒരു സെറ്റ് ചെയ്തത് 1 എന്ന് എഴുതി, ഇതൊരു സെറ്റാണ്. അപ്പൊ ഈ 1 എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റിലില്ലേ? അപ്പൊ ഈ ഒരു സെറ്റ്, ഈ ഞാൻ എഴുതിയ ഈ ഒരു സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഏതൊക്കെ എഴുതാൻ സാധിക്കും? 2 എന്നുള്ള സെറ്റ് ഉണ്ടാവൂലേ? 2 എന്നുള്ള സെറ്റ് എന്റെ സബ്സെറ്റ് ആവൂലേ? 3 എന്നുള്ള എലമെന്റ് മാത്രമുള്ള സെറ്റ് എന്റെ സബ്സെറ്റ് ആവൂലേ? ഇനി 1,2 ഈ രണ്ട് എലമെന്റ്സ്, 1,2 എന്നുള്ള രണ്ട് എലമെന്റ്സ് ഉള്ള സെറ്റ് എയുടെ സബ്സെറ്റ് ആവൂലേ? ഇനി 2,3 എന്നുള്ള ഈ രണ്ട് എലമെന്റ്സ് മാത്രമുള്ള സെറ്റ് എയുടെ സബ്സെറ്റ് ആവൂലേ? ഞാൻ അടുത്തതായിരിക്കും 1,2 പറഞ്ഞു, 1,3 പറഞ്ഞിരിക്കണോ? ഇല്ല, 2,3 പറഞ്ഞത്. അപ്പൊ ഏതായിരിക്കും? 1,3 എന്നുള്ള സെറ്റ് ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും. അടുത്തതായിരിക്കും 1,2,3 എന്ന് പറയുന്നതും അതേ സെറ്റ്, സെയിം സെറ്റ് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? ആ സെറ്റിയുടെ സബ്സെറ്റ് ആയിരിക്കും. അടുത്തതൊന്നുണ്ട്, നമ്മൾ എഴുതാൻ വിട്ടുപോകും, 5 എന്നുള്ളത്. ഒരു എലമെന്റ്സും നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാത്തൊരു പോയിന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഒരു എലമെന്റ്സും ഇല്ലാത്ത സെറ്റിനെ പറഞ്ഞ പേരാണ് നൾ സെറ്റ്. 5 എന്നാ സൂചിപ്പിക്കുന്നത്, 5 എന്നാ സൂചിപ്പിക്കുക. അത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ ഇവിടെ നോട്ട് മറക്കാതിരിക്കുന്ന സംഗതി ഉണ്ട്, 5 എന്നുള്ള എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ആ സെറ്റും എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ തന്ന ക്വസ്റ്റ്യൻ നോക്കി, തന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക്
2 എന്നുള്ള ഒരൊറ്റ എലമെന്റ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് ഏതൊക്കെയായിരിക്കും? ഒന്ന് 5 ഉണ്ടാവൂലേ, രണ്ടാമത് സെയിം സെറ്റ്. ഇനി അത് ആ സെയിം സെറ്റിൽ ആകെ ഒരു എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു എലമെന്റ് മാത്രമേ എഴുതിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കിട്ടിയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദി സെറ്റ്. വീണ്ടും നമുക്ക് എന്തിലാ തന്നിട്ടുള്ളത് നോക്കി. ഈ സംഗതി നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ലേ, നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. ഏത് ഫോമിലേക്ക് മാറ്റണം? ഏത് ഫോമിലേക്ക് മാറ്റണം? എ ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. നമുക്ക് എങ്ങനെ തന്നിട്ടുള്ളത്? എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. നിങ്ങൾ വായിക്കുന്നില്ലേ? എക്സ് ഈസ് ആൻ ഇൻഡിജർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ ഉണ്ട് അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ലീനിയർ ഇനീക്വാളിറ്റീസ് അല്ലെ, ആ ഭാഗം വന്നിട്ടുണ്ട്, നേരത്തെയും വന്നിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു എ എന്നുള്ള സെറ്റിനെ നമുക്ക് ഏതിലോട്ട് മാറ്റണം? റോസ്റ്റർ ഫോമിലോട്ട് മാറ്റണം. അപ്പൊ ഇവിടെ എക്സ് എന്നുള്ള ഇൻഡിജർ ആണ്. എക്സ് ഈസ് ആൻ ഇൻഡിജർ. എക്സ് എന്നുള്ള ഒരു ഇൻഡിജർ ആണ്. ആ ഇൻഡിജർ, എക്സ് എന്നുള്ള ഇൻഡിജർ എവിടെ മുതൽ ഏത് വരെ ഒരു ബൗണ്ടറി പറഞ്ഞിട്ടുണ്ട്. എല്ലാ നമ്പർ സുഹൃത്തായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അതിനൊരു ബൗണ്ടറി പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി എങ്ങനെയാണ്? എക്സ് എന്നുള്ളത് 0നേക്കാൾ, അവിടെ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടാവും, എക്സ് ഈ ഒരു ഭാഗം കാണുന്നില്ലേ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? എക്സ് എന്നുള്ളത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 0 എക്സിനേക്കാൾ ചെറുതാണ്. ഇങ്ങനെ തിരിച്ചു പറയാം, എക്സ് 0നേക്കാൾ വലുത് ഓർ ഈക്വൽ ടു ഇല്ലേ, 0യും വരാം. ഫോർ എക്സാമ്പിൾ ഞാൻ നമ്പർ പറയണേ -2. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് പറയാൻ പറ്റുമോ? -2നേക്കാൾ ചെറുതാണോ 0? അല്ല, -2നേക്കാൾ വലുതാണ്. അപ്പൊ -2 എന്നുള്ളത് ഇതിൽ ഇൻക്ലൂഡ് ആവുമോ? ഇല്ല, -2 അതിൽ ഇൻക്ലൂഡ് ആവില്ല. ഏതൊക്കെ? ഞാൻ 0 എടുത്ത് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ആകാൻ പറ്റും എന്നുവെച്ചാൽ 0നോട് ഈക്വൽ ആകാൻ പറ്റും, കോമ. പിന്നെ ലെസ് ദാൻ 0നേക്കാൾ എക്സ് എന്നുള്ളത് എക്സിന്റെ ഭാഗമാണ്. ഈ ഒരു സിമ്പിൾ ശരിക്കും മറക്കണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സിന്റെ ഭാഗമാണ്, ഇങ്ങനെ തുറന്നു നിൽക്കുന്ന ഭാഗം കണ്ട. എന്ന് വെച്ചാൽ എക്സ് ആണ്, എക്സ് വലുതാണ്. എന്തിനേക്കാൾ വലുതാണ്? 0നേക്കാൾ വലുതാണ്. 0 വരും, കാരണം ഇവിടെ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ 0നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് എക്സ്. 0നേക്കാൾ ചെറിയ നമ്പേഴ്സ് ആവുമോ? ഇല്ല, 0നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് എക്സ്. 0നേക്കാൾ വലിയ നമ്പേഴ്സ്. അങ്ങനെ എക്സ് ഏത് വരെ പോകും? എക്സ് എന്നുള്ള ഇവിടെ അടുത്ത ഭാഗം ഇവിടെ പറയുന്നുണ്ട് കണ്ട. എക്സ് എന്നുള്ള എന്തിനേക്കാൾ ചെറുതുമാണ്? 4നേക്കാൾ ചെറുതുമാണ്. ഓർ ഈക്വൽ ടു എന്ന് ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ 4ഉം വരാം, 4നേക്കാൾ ചെറുതും ആവാം. എക്സ് എന്നുള്ളത് 4ഉം വരാം, 4നേക്കാൾ ചെറുതും. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് 0നേക്കാൾ വലുതുമാണ്, 4നേക്കാൾ ചെറുതുമാണ്. അപ്പൊ ഏതൊക്കെയും 0, 1, 2, 3, 4, 5 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് എന്നുള്ളത് 4ഓ 4നേക്കാൾ ചെറുതോ. ഇവിടെ -1 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എന്തുണ്ട്? എക്സ് എന്നുള്ളത് 0യോ 0നേക്കാൾ വലുതോ എന്ന് പറഞ്ഞു. അപ്പൊ എ എന്നുള്ള സെറ്റ് നമുക്ക് കിട്ടില്ലേ? എ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടി. ഇനി ബി എന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ബി എന്താണ്? ക്വസ്റ്റ്യൻ ബി നമുക്ക് തന്നിട്ടുള്ളത് ബി ഈക്വൽ ടു, എ എന്നുള്ള സെറ്റ് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ബി ഈക്വൽ ടു എന്താണ്? 5,6 എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എ ക്രോസ് ബി എന്നുള്ളതാണ്. എ ക്രോസ് ബി. ഇവിടെ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ക്രോസ് സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ്. നമുക്ക് ശരിക്കും സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതല്ല, റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് പറയാം, രണ്ട് സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർഡേർഡ് പേയേഴ്സ് ആണ് വരിക. അവിടെ എലമെന്റ്സ് ആയിട്ട് ഓർഡേർഡ് പേയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ഞാൻ എഴുതുക, നമുക്ക് ഡീപ്പായിട്ട് അടുത്ത ചാപ്റ്ററിൽ റിലേഷൻ ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡീപ്പായിട്ട് പറയാനുള്ളതാണ് ഈ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താവും വരിക? എ ക്രോസ് ബി എന്താവും വരിക? എയിലെ എലമെന്റ്, ഇപ്പോൾ ഫസ്റ്റ് ഓർഡേർഡ് പെയർ പറയുന്നത് എത്തെ എലമെന്റ് 0, ബിത്തെ എലമെന്റ് 5. ഇതൊരു ഓർഡേർഡ് പെയറാണ്. എത്തെ എലമെന്റ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എവിടുന്ന വരുന്നത്? ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു എ എന്നുള്ള സെറ്റ്. സെക്കൻഡ് എലമെന്റ് എവിടുന്ന വരുന്നത്? ബിലോങ്സ് ടു ബി എന്നുള്ള സെറ്റ്. അങ്ങനെ ഓർഡേർഡ് പെയർ എഴുതാൻ സാധിക്കാവുന്ന എല്ലാ ഓർഡേർഡ് പെയേഴ്സും കോമൺ എഴുതാം. ഇപ്പൊ 0,5 മാത്രമാണോ എഴുതാൻ പറ്റുക? അല്ല, 0,6 എഴുതാൻ പറ്റില്ല. ഇത് അടുത്തൊരു എലമെന്റ് ആണ്, സോറി സെറ്റ് അല്ല, ബ്രാക്കറ്റിലാണ്. ഇത് അടുത്തൊരു ഓർഡേർഡ് പെയർ ആണ്. അടുത്തതായിരിക്കും 0 കഴിഞ്ഞാൽ 1 അല്ലേ? 1,5, 1,6. അടുത്തതായിരിക്കും 2. അതുപോലെ ചെയ്യാൻ പറ്റില്ലേ?
2,5 2,6 നെക്സ്റ്റ് പറയടോ 3,5 3,6 സിമ്പിൾ അല്ലേ സിമ്പിൾ ടോപ്പിക്കാ അടുത്ത ഏതായിരിക്കും 4,5 4,6 3 എലമെന്റ്സ് ഉണ്ടാവും അപ്പൊ ഇതിൽ എല്ലാ ഓർഡേർഡ് പെയറും എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഇട്ട എല്ലാത്തിലും ഫസ്റ്റ് എലമെന്റ്സ് ഒക്കെ എവിടുന്നാ വരുന്നത് എ എന്നുള്ള സെറ്റിൽ നിന്ന് കാരണം എ ക്രോസ് ബി ആദ്യം പറഞ്ഞ എ എന്ന് രണ്ടാമത്തെ എലമെന്റ്സ് ഒക്കെ എവിടുന്നാ വരുന്നത് ബി എന്നുള്ള സെറ്റിൽ നിന്ന് കാരണം എ ക്രോസ് ബി രണ്ടാമത് പറഞ്ഞാണ് ബി ഇതാണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ഡൗട്ട് ഉണ്ടോ ഇല്ല വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട് അതും തന്നെ നമുക്ക് ലീനിയർ ഇനീക്വാളിറ്റി ഫോമിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ അവിടെ നമുക്ക് കോമട്ട് എലമെന്റ്സിനെ എഴുതിക്കണോ ഇല്ല റെപ്രസെന്റിങ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്നാണ് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നത് ബിലോങ്സ് ടു എക്സ് വരുന്നത് ബിലോങ്സ് ടു ആർ റിയൽ നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞാൽ എന്താ റിയൽ നമ്പേഴ്സ് എന്നിട്ട് ആർ ഏത് മുതൽ ഏത് വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം പറഞ്ഞ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം അതായത് നമുക്ക് റിയൽ നമ്പേഴ്സ് എന്നുള്ളതിനെ കോമട്ട് എഴുതാൻ സാധിക്കൂലേ ഇപ്പൊ 2 എന്നുള്ള നമ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പർ ഇൻഡിജർ ഏതാന്ന് ചോദിച്ചാൽ 2 കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയാൻ സാധിക്കും 2ന്റെയും 3ന്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാ ഇല്ലേ നമുക്ക് അറിയുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്ന 3ന്റെയും 4ന്റെയും ഇടയിൽ ഒരു ഇൻഡിജർ ഉണ്ടോ ഇല്ല ഓക്കെ അപ്പൊ അവിടെ ഒരുപാട് 2 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള റിയൽ നമ്പർ ഏതാന്ന് ചോദിച്ചാൽ ഏതാ നമുക്ക് പറയാ പറഞ്ഞോളേ 2.1 എന്ന് പറഞ്ഞൂടെ നല്ല കഥായി 2.1 ആണാ അപ്പൊ മറ്റൊരാൾ 2.1 അല്ല 2.01 ആണെന്ന് പറഞ്ഞാലോ ശരിയാണ് അല്ലേ 2.1ന്റെ തൊട്ട് മുമ്പിൽ 2.0 ആണ് കുറച്ച് മുമ്പല്ലേ ഇത് ശരിയാണോ 2 കഴിഞ്ഞുള്ള തൊട്ടടുത്ത നമ്പർ 2.01 ആണോ അല്ല ഏതെന്ന് പറയാ 2.001 ഇത് ശരിയാണോ എന്ത് പിടുത്തം കിട്ടി 2 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള റിയൽ നമ്പർ നമുക്ക് പറയാൻ പറ്റുമോ അതായത് മറ്റൊരാൾ പറഞ്ഞു 2.0001 ശരിയാണോ അല്ല 2.00001 ശരിയാണോ ഇല്ല ഏത് നമ്പർ പറഞ്ഞാലും ഒരു പൊസിഷനിലും കൂടി ഒരു 0 ഇട്ട് കൊടുത്താൽ അടുത്ത അതിനേക്കാൾ വലിയ നമ്പർ കിട്ടിയില്ലേ ചെറിയ നമ്പർ കിട്ടിയില്ലേ അപ്പൊ റിയൽ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല കോമട്ട് എഴുതാൻ സാധിക്കില്ല അപ്പൊ ഇങ്ങനെ കോമട്ട് എഴുതാൻ സാധിക്കാത്തതിന് ഒരു പ്രത്യേക ബൗണ്ടറി പറയാം നമ്മള് ഒരു ഇന്റർവെൽ ഒരു ബൗണ്ടറി ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ അപ്പൊ ആ ഇന്റർവെലിന്റെ ഉള്ളിലത്തെ എല്ലാ നമ്പേഴ്സും കിട്ടും ആ ഇന്റർവെലിന്റെ ഉള്ളിലത്തെ എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ആയി അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോമട്ട് എഴുതാൻ സാധിക്കില്ല അപ്പൊ അതിനൊരു ബൗണ്ടറി ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ കഴിഞ്ഞ് അതിന് നമ്മൾക്ക് ഈ ഒരു എ ക്വസ്റ്റ്യൻ അതാണ് നമുക്ക് ഓരോ ബൗണ്ടറികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് ആ 4 ഓപ്ഷൻസ് നോക്കി എ എന്നുള്ള ഓപ്ഷൻ എന്താ അവിടെ എ എന്നുള്ളവും ബി എന്നുള്ള ഓപ്ഷൻസ് നോക്കുക എ എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് ആണോ ഈ ബിയിലും സിയിലും ഒക്കെ ഉള്ളത് വ്യത്യാസമല്ലേ ആ എ എന്നുള്ള ക്വസ്റ്റ്യനിൽ എ എന്നുള്ള ഓപ്ഷനിലെ ബ്രാക്കറ്റും സി എന്നുള്ള ഓപ്ഷനിലെ ബ്രാക്കറ്റും നോക്കി വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എക്സ് എന്നുള്ളതിന്റെ ഒരു സൈഡേക്ക് ഇനീക്വാളിറ്റി -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നില്ല ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ എക്സ് ലെസ് ദാൻ മൈനസ് അവിടെ ഈക്വൽ ടു ഉണ്ട് അപ്പൊ ഈക്വൽ ടു ഉണ്ടെന്ന് എങ്കിൽ എന്താണ് ആ നമ്പർ ഇൻക്ലൂഡ് ആണ് ഇവിടെ -2 എന്നുള്ള നമ്പർ ഇൻക്ലൂഡ് ആണോ അല്ല പക്ഷെ -3 എന്നുള്ള ഇൻക്ലൂഡ് അല്ലേ സോറി മൈനസ് ഇല്ലല്ലേ 3 എന്നുള്ളൂ കേട്ടോ 3 എന്നുള്ളൂ ക്വസ്റ്റ്യനിൽ 3 ഉള്ളൂ 3 എന്നുള്ള നമ്പർ ഇൻക്ലൂഡ് അല്ലേ -2 നമ്പർ ഇൻക്ലൂഡ് ആണോ അല്ല 3 എന്നുള്ള നമ്പർ ഇൻക്ലൂഡ് ആണ് അപ്പൊ 3 എന്നുള്ള നമ്പർ ഇൻക്ലൂഡ് ആണ് -2 ഇൻക്ലൂഡ് അല്ല അത് നമ്മൾ എന്തിൽ കാണിക്കണം നമ്മൾ ഓപ്ഷനിൽ ആ ബ്രാക്കറ്റിൽ കാണിക്കണം ആ ഇന്റർവെല്ലിൽ കാണിക്കണം 3 ഇൻക്ലൂഡ് ആണ് -2 ഇൻക്ലൂഡ് അല്ല എന്നുള്ളത് അപ്പൊ എക്സ് മാക്സിമം ചെറുതായാൽ ഏതുവരെ എത്തും -2 തൊട്ട് മുമ്പ് -2 എത്തുന്നില്ല -2 എന്നുള്ള ആദ്യം എഴുതി നമ്മള് -2ന്റെ താഴോട്ട് കൊണ്ട് പോകുന്നുണ്ടോ എക്സ് ഇല്ല -2 ഇൻക്ലൂഡ് ആണോ അല്ല -2 ഇൻക്ലൂഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് ബ്രാക്കറ്റാ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയും ഓപ്പൺ ബ്രാക്കറ്റ് കോമ ഇനി എക്സ് മാക്സിമം പോയ എവിടെത്തും എക്സ് മാക്സിമം പോയ 3യിലേ എത്തുള്ളൂ 3ന്റെ മുകൾക്ക് പോകണില്ല 3 വരും
3ന്റെ തൊട്ട് മുമ്പ് എന്നല്ല 3 വരും. 3 ഇൻക്ലൂഡ് ആണ്. കാരണം അവിടെ എന്നാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, ഈ ഈക്വൽ ടു ഉണ്ടായത് കൊണ്ട് -2,3 അവിടെ ബ്രാക്കറ്റ് മാറും. ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കി. ഏതോ ബി അല്ലേ? ആൻസർ ബി അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ബി സി എന്നുള്ള സെറ്റിന്റെ, എ ബി സി എന്നുള്ള 3 എലമെന്റ്സ് അടങ്ങുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ എന്താവും ആൻസർ വരിക? എ എന്നുള്ള എലമെന്റ് മാത്രം ഇൻക്ലൂഡ് ആയ സെറ്റ് എഴുതി കൂടെ? എ എന്നുള്ള എലമെന്റ് മാത്രം ഇൻക്ലൂഡ് ആയ സെറ്റ്. ഓക്കെ, ഒന്നായില്ലേ? ബി എന്നുള്ള എലമെന്റ് മാത്രം ഇൻക്ലൂഡ് ആയ സെറ്റ് രണ്ടായില്ലേ? ഇനി സി എന്നുള്ള എലമെന്റ് മാത്രം ഇൻക്ലൂഡ് ആയത് അടുത്ത ഏതാവും? എ കോമ ബി. ഓക്കെ, എ കോമ സി. ഓക്കെ, സി കോമ ബി കോമ സി, എ കോമ ബി കോമ സി. 5 3 എലമെന്റ്സ് ഇല്ലേ? ഓക്കെ, നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ലെസ് ദാൻ 5, എക്സ് 5നേക്കാൾ ചെറുതാണ്, ആൻഡ് എക്സ് 7 ആയിട്ടുള്ളത്, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നാക്കുന്നത്. എക്സ് ഗ്രേറ്റർ, അതായത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നമുക്ക് എന്തായിരിക്കും? എക്സ് 5നേക്കാൾ ചെറുതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരിക? 4 വരും, 3 വരും, 2 വരും, 1 വരും. 3 വരില്ലേ? പക്ഷെ എക്സ് 1നേക്കാൾ വലുതായിരിക്കണം. അപ്പൊ 1 വരുമോ? അവിടെ 1ന്റെ അവിടെ ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ്? എ എന്നുള്ള സെറ്റ് ഏതായിരിക്കും? എ എന്നുള്ള സെറ്റ് ഇസ് ഈക്വൽ ടു 2, 3, 4 ഇതല്ലേ വരിക? എ ഇസ് ഈക്വൽ ടു, നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? then number of a എന്നുള്ള നമ്പർ ഓഫ് n ഓഫ് a എന്ന് പറഞ്ഞാൽ a എന്നുള്ള സെറ്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എലിമെന്റ്സ് ഇവിടെ? 1 2 3. എത്ര എലിമെന്റ്സ് ഉണ്ട്? 3. അപ്പൊ ആൻസർ എന്താ? ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6, ആ ഓർഡേർഡ് പെയർ കൊടുത്തു നോക്കിട്ടാ 6, 12. അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ? അവിടെ എ ബി സി 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കി 6,12 എന്നല്ലടാ കണ്ട്? 6,12 എന്നല്ലേ? ആ ഇവിടെ എന്തെങ്കിലും ഒന്ന് കത്തിയാ 6,12 ഓർഡേർഡ് പെയറിൽ എന്തെങ്കിലും ഒന്ന് കത്തിക്കണ? ആ പറഞ്ഞോളേ. 6,2 എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് ഏത് മോഡലാണ്? 6,12 6,12 6,12 എന്നുള്ള ആ ബ്രാക്കറ്റ് 6ഉം 12ഉം ഇൻക്ലൂഡ് ആണോ? അല്ല. അത് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ആ ബ്രാക്കറ്റ് കണ്ടാൽ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യനിൽ നോക്കി, എ എന്നുള്ള ഓപ്ഷൻ നോക്കി. അവിടെ എക്സ് ബിലോങ്സ് ടു 6 കണ്ട? എക്സ് ബിലോങ്സ് ടു 6 ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 6നേക്കാൾ വലുതാണ്. 6 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയാം. എന്നിട്ട് പറയുന്നത് ഇവിടെ ഈക്വൽ ടു ഇല്ലേ? അടുത്തതിൽ പറഞ്ഞിട്ടുള്ള ഈക്വൽ ടു ഇല്ലേ? ഈക്വൽ ടു എ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ഇല്ലേ? ആ ഈക്വൽ ടു ഉണ്ടായത് കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായത് 12 ഇൻക്ലൂഡ് ആണെന്നാ. അപ്പൊ എ ഓപ്ഷൻ ശരിയാണോ? അല്ല. ബി ഓപ്ഷനിലോട്ട് വരും. ബി ഓപ്ഷനിൽ 2 ഇൻക്ലൂഡ് അല്ലാത്ത കേസുകളാണ്. അതായത് ഇനീക്വാളിറ്റി നോക്കിയാൽ മതി. ഇനീക്വാളിറ്റിയിൽ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അവിടെ 6ഉം 12ഉം ഇൻക്ലൂഡ് ആണോ? അല്ല. അങ്ങനത്തെ കേസല്ലേ വേണ്ടത്. ഇനി അതുപോലത്തെ 6ഉം 12ഉം ഇൻക്ലൂഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് അവിടെ വന്നിക്കണോ? ഇല്ല. ആ സി ഓപ്ഷനിൽ 6ഉം 12ഉം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഡി ഓപ്ഷനിൽ 6 ഇൻക്ലൂഡ് ആണ്, 12 ഇൻക്ലൂഡ് അല്ല. അപ്പൊ ഇതിൽ ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും ആൻസർ. ആൻസർ എന്ത് കിട്ടി? ബി എന്ന ആൻസർ കിട്ടി. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, A and B are two sets such that A subset of B, A union B. നമ്മൾ നേരത്തെ ചെയ്ത തന്നെയല്ലേ? തുടക്കത്തിൽ ചെയ്ത ഓർമ്മല്ലേ? A യൂണിയൻ ബി എന്തായിരിക്കും? A ആയിരിക്കോ ബി ആയിരിക്കോ? ബി ആയിരിക്കും. ഓപ്ഷൻ സി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടില്ലേ? ഒരു യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് ചെയ്യാനുള്ളത് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും?
എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും ഒന്നിച്ച് അങ്ങോട്ട് എഴുതാം. എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും ഒന്നിച്ച് എഴുതുമ്പോൾ എന്താ വരിക? എയിലുള്ള എലമെന്റ്സ് 1 2 4 7. ഇനി ബിയിലുള്ള എലമെന്റ്സ് 1 വീണ്ടും എഴുതണോ? ബിയിൽ 1 3 5 തന്നെ 1 വീണ്ടും എഴുതണം. റിപ്പീറ്റേഷൻ വേണ്ട. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? അടുത്ത എന്ത് എഴുതണം? 3 എഴുതണ്ടേ? 3 ബിയിൽ വന്ന് എയിലും ബിയിലും ഉള്ള എലമെന്റ്സ് എല്ലാം എഴുതാൻ പറഞ്ഞാൽ എല്ലാ എലമെന്റ്സ് എഴുതാൻ. 1 എന്തുകൊണ്ട് എഴുതിയില്ല? 1 എ ഉള്ള ഏരിയയിൽ 1 വന്നിട്ടുണ്ട്, അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി 3 എഴുതണം. 3 അടുത്ത എന്താ എഴുതുക? 5 7 വീണ്ടും എഴുതണം. 7 ഓൾറെഡി ഒരു തവണ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എ യൂണിയൻ ബി കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ആ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഓക്കെ, നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത്? ബി ക്വസ്റ്റ്യനിൽ എ മൈനസ് ബി ചോദിച്ചിട്ടുണ്ട്, ബി മൈനസ് എ ചോദിച്ചിട്ടുണ്ട്. ഹെൻസ് ഷോ ദാറ്റ് ആദ്യം നമുക്ക് എ മൈനസ് ബിയും ബി മൈനസ് സിയും കണ്ടെത്താം. എ മൈനസ് ബി എന്ന് പറഞ്ഞാ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റിൽ നിന്നും ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സിനെ മൈനസ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ? ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് എയിലുണ്ടോ അതിനെ ഒഴിവാക്കുക, അതിനെ ഒഴിവാക്കുക. അപ്പൊ എന്ത് വരും? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഈക്വൽ ടു ഏത്തെ എലമെന്റ്സ് നോക്കി 2 3 5 7. അതില് ബിയിലുള്ള 2ഉം 3ഉം ഇല്ലേ, അത് ഒഴിവാക്കണം. ബാക്കി എന്തൊക്കെ വരും ഒന്ന് നോക്കി. ബാക്കി എന്തൊക്കെ വരും? 5,7 എന്ന് വന്നില്ലേ? ബാക്കി 5,7 എന്ന് വന്ന്. ഇനി ബി മൈനസ് എ, ബി മൈനസ് എ, ബിയിൽ നിന്നും എയിലുള്ള എലമെന്റ്സ് ഉണ്ടോ അതിന് ഒഴിവാക്കുക. ശരിക്കും എന്താ അത് ഒഴിവാക്കുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെ ആ സെറ്റിൽ നിന്ന് അതാണ് ഒഴിവാക്കുക ചെയ്യുന്നത്. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആ എ എന്നുള്ള സെറ്റിൽ നിന്നും എന്തിനെയാണ് ഒഴിവാക്കുന്നത്? എ എന്നുള്ള സെറ്റിൽ നിന്നും എന്തിനാണ് ഒഴിവാക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബിനാണ് ഒഴിവാക്കുന്നത്. ഈ 2 3 ഒഴിവാക്കി എഴുതിയാൽ മതി. രണ്ടിൽ നിന്നും 2ഉം 3 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് ക്യാച്ച് ചെയ്ത് കിട്ടാത്തവർ നോക്കുക, കിട്ടേണ്ടതാണ്. സിമ്പിൾ ടോപ്പിക്കാണ്. നമുക്ക് ഇനിയും വരുന്നുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ബി മൈനസ് നോക്കി, രണ്ടിലും കോമൺ ആയിട്ടുള്ള 2 3 അല്ലേ, അതിനല്ലേ എയിലുള്ളത്. ബിയിലുള്ള എലമെന്റ്സിൽ 2 3 എന്നല്ലേ എയിലുള്ളത്, അത് ഒഴിവാക്കുക. ബാക്കി എന്താ ഉള്ളത്? 1 4 6 12. 1 4 6 12. നമുക്ക് എ മൈനസ് ബി കിട്ടി, ബി മൈനസ് എ കിട്ടി. നമുക്ക് എന്താ? ഹെൻസ് ഷോ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് ഇട്ടിട്ട് കണ്ടെത്തി. എ മൈനസ് ബി കണ്ടെത്തി വെച്ചിട്ടുണ്ട്, ബി മൈനസ് എ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ യൂണിയൻ എടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ റൗണ്ട് ചെയ്യുന്നത് കണ്ടില്ലേ? അപ്പൊ യൂണിയൻ എടുത്ത് നോക്കുക. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എന്തായിരിക്കും? ഈ 3 സെറ്റ് നമ്മൾ കണ്ടെത്തി വെച്ച സെറ്റാട്ടാ, നമ്മൾ കണ്ടെത്തി വെച്ച സെറ്റാണ്. അതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്താ വരിക ഒന്ന് നോക്കാം. എന്താ വരിക? അവിടെ നമുക്ക് 2,3 ആദ്യത്തത്, രണ്ടാമതില് 5,7 മൂന്നാമതില് 1 4 6 12 കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തത് ഈക്വൽ ടു കഴിഞ്ഞതിന് ശേഷം എന്താ ചോദിച്ചിട്ടുള്ളത്? എ യൂണിയൻ ബി എന്നല്ലേ? എ യൂണിയൻ ബി ഈക്വൽ ടു എ എന്നുള്ള സെറ്റിലും ബി എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ളത്, എ എന്നുള്ള സെറ്റിൽ യൂണിയൻ എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സും ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സും ഒന്നിച്ചത്. ഏതൊക്കെ? എ എന്നുള്ള സെറ്റിലെ 2 3 5 7 എല്ലാ എലമെന്റ്സും എഴുതി. ഇനി ബിത്തെ 1 2 എഴുതണ വേണ്ട, കാരണം എന്താ? 2 ഒരു തവണ എഴുതിയിട്ടുണ്ട്. 1ഉം 2 എഴുതണ്ട. 1 3 എഴുതണ, 1 എഴുതണം. 2ഉം 3 എഴുതണ വേണ്ട, ഒരു തവണ എഴുതിയിട്ടുണ്ട്, റിപ്പീറ്റേഷൻ വേണ്ട. ഏതൊക്കെ? 4 6 12. ഇനി നമുക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. വേണം ചെക്ക് ചെയ്യണമെന്നില്ല, ഓക്കെ ആയിരിക്കും. നോക്കി 2 2 3 ഉണ്ട്, 3 ഉണ്ട് രണ്ടിലും. 5 5 7 7 1 1 4 4 6 6 12 12. ഓക്കെ അല്ലേ? രണ്ട് ഈക്വൽ അല്ലേ? ഷോ ദാറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ഗിവൺ സെറ്റ് എ സബ്സെറ്റ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ്. എ എന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1 2 3 4 5 6 യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എ.
എ എന്നുള്ള യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റാ. അപ്പൊ അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എഴുതിയാലും എ എന്നുള്ള സെറ്റ് ആയിട്ട് കൂട്ടാം. കാരണം അവിടെ എക്ക് വേറൊരു കണ്ടീഷൻ നമുക്ക് പറഞ്ഞില്ല. എയിൽ ഇത്ര എലമെന്റ്സ് ആണ്, ഏത് എലമെന്റ്സ് ഇങ്ങനെയാണ്, ഏത് എലമെന്റ്സ് ഈവൻ നമ്പർ ആണ്, ഏത് എലമെന്റ്സ് ഓഡ് നമ്പർ ആണ്, ഏത് എലമെന്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആണ്, ഏത് എലമെന്റ്സ് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, അങ്ങനെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ എഴുതാണ് എ ഇസ് ഈക്വൽ ടു 1, ആൻസർ ശരിയാണ്. മറ്റൊരാൾ ഇത് എ ഇസ് ഈക്വൽ ടു 1 2 3, അത് ശരിയാണ്. കാരണം ഇഫ് ദ ഗിവൺ എ സെറ്റ് ഗിവൺ ദി സെറ്റ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒരാൾ എഴുതാണ് എ ഇസ് ഈക്വൽ ടു 2 4 6, ആൻസർ ശരിയാണ്. മറ്റൊരാൾ ഇത് എ ഇസ് ഈക്വൽ ടു 1 3 5 7 ഇല്ല കേട്ടോ, സോറി 7 എഴുതാൻ സാധിക്കില്ല. കാരണം 7 ആ യൂണിവേഴ്സൽ സെറ്റിലുണ്ടാ. 1 3 5 എഴുതി, ആൻസർ ശരിയാണ്. ഏതും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 8ാമത്തെ ക്വസ്റ്റ്യനിലെ നമുക്ക് 2 സെറ്റുകൾ തന്നിട്ടില്ലേ? എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും തന്നിട്ടുണ്ടല്ലേ. എ എന്നുള്ള സെറ്റില് എലമെന്റ്സ് നോക്കി 2 3 4 5. ബി എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് നോക്കി 4 5 6 7. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? നോക്കി അവിടെ എ യൂണിയൻ ബി കണ്ടെത്തണം, എ ഇന്റർസെക്ഷൻ ബി കണ്ടെത്തണം. വളരെ സിമ്പിൾ അല്ലേ? എന്താവും എ യൂണിയൻ ബി വരിക? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 2 3 4 6, ബിത്തെ എലമെന്റ്സ് 4 5 6 7 എന്നുള്ളതിൽ 4 5 എന്നുള്ള എഴുതണോ? 2 4 5 എഴുതിയതിനു ശേഷം 4 5 വീണ്ടും എഴുതണോ? വേണ്ട. ഏതൊക്കെ വരിക? 6 7, ആൻസർ ആയില്ലേ. അടുത്ത എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്ത് വരും? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെ വരിക പറഞ്ഞാണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2 രണ്ടിലുണ്ടോ? ഇല്ല. 3 രണ്ടിലുണ്ടോ? ഇല്ല. ഏതൊക്കെ വരിക? 4ഉം 5ഉം മാത്രമല്ലേ വരിക? രണ്ടും കിട്ടി, ആൻസർ കിട്ടിയില്ലേ. ബി ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു. നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ആകുമ്പോൾ നമുക്ക് ഏത് മോഡലായിരിക്കും ക്വസ്റ്റ്യൻ വരിക? ഏത് മോഡലായിരിക്കും? ഓർഡേർഡ് പെയർ. പക്ഷെ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് സെറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ റിയൽ നമ്പർ എന്നുള്ളത് നമുക്ക് ആർ എന്നുള്ള എൻ നാക്കട്ടോ, നാച്ചുറൽ നമ്പർ നാക്കുക. ആർ എന്നുള്ളത് എൻ നാക്കുക. ഈ ആർ എന്നുള്ള എൻ നാക്കുക, നാച്ചുറൽ നമ്പറിന്റെ എൻ ആക്കുക, നാച്ചുറൽ നമ്പറിന്റെ എൻ ആക്കുക. ഓക്കെ, ഇനി അവിടെ ബാക്കി എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ 2 ലെസ് ദാൻ എക്സ്, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് എന്നുള്ളത് 2 അവിടെ തിരിച്ചു വായിച്ച എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. എക്സ് 2നേക്കാൾ വലുതാണ്. കാരണം ഇവിടെ 2 ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം എക്സിനോടല്ലേ? എന്ന് വെച്ചാൽ എക്സിന്റെ ഭാഗമാണ് എന്ത്? വലുത്. എക്സ് ആണ് വലുത്, 2നേക്കാൾ വലുത്. അപ്പൊ ഏതൊക്കെ വരിക? 3 4 5 6 7 8 അങ്ങോട്ട് പോയി കൂടെ? പറ്റില്ല. കാരണം എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാ. എക്സ് 4ഓ 4നേക്കാൾ ചെറുതുമാണ്, 2നേക്കാൾ വലുതുമാണ്. അപ്പൊ ഏതൊക്കെ വരിക? 3 വരില്ലേ? 4 വരില്ലേ? 5 വരുമോ? കാരണം എന്താ? 4നേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4ഓ 4നേക്കാൾ ചെറുതുമാണ്. അപ്പൊ ഏതൊക്കെ വരും? 3ഉം 4ഉം. 3ഉം 4ഉം മാത്രമായിട്ടുള്ള ഒരു സെറ്റ് അവിടെ ഇല്ലേ? ഈ രണ്ടാമത്തെ സെറ്റ്, ഓപ്ഷൻ 2. ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യന് ലെറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ബി ഇസ് ഈക്വൽ ടു 2 3 6 9 ആൻഡ് സി ഈക്വൽ ടു 1 4 5 8 9 10. Find the number of elements A. A number of elements കണ്ടെത്തണം നമുക്ക്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം എ എന്നുള്ള സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. എ എന്ന സെറ്റ് എന്തായിരിക്കും? നമുക്ക് ആദ്യം എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക എന്ന് ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു എ എന്നുള്ളത് ഇവിടെ നോക്കി, 1 ഇൻക്ലൂഡ് ആണ്, 5 ഇൻക്ലൂഡ് ആണ്. 1 എന്നുള്ള നമ്പറിന്റെയും 5 എന്നുള്ള നമ്പറിന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് വരിക. ഏതൊക്കെയായിരിക്കും എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് വരിക? 1 2 3 4 5 ഈ എലമെന്റ്സിൽ വരിക. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു
എത്ര വരും 1 2 3 4 5 എലിമെന്റ്സ് ഉണ്ട്. n ഓഫ് a is equal to 5 എന്ന് കിട്ടി. അതാണ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ a. സെറ്റ് a equal to 5. a ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. ഇവിടെ b ക്വസ്റ്റ്യൻ എന്താണ്? വെരിഫൈ ദാറ്റ്. നമുക്ക് എന്ത് കണ്ടെത്തണം? ബി യൂണിയൻ സി കണ്ടെത്തണം. അതിന് എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം ഒരു സൈഡ്. അപ്പൊ ബി യൂണിയൻ സി എന്ത് വരും? ബി എന്നുള്ള സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. ബി യൂണിയൻ സി, ബിയിലെ എലമെന്റ്സിന് ആദ്യം ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെ വരിക? 2, 3, 6, 9. സിയിലെ എലമെന്റ്സ് ഏതൊക്കെ? 1, സിയിലെ എലമെന്റ്സ് പറയാം. 1 മിനിറ്റ്. ബി യൂണിയൻ സി നമ്മൾ എ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. എ is equal to 1, 2, 3, 4, 5. നമ്മൾ ചെയ്യുന്നത് ബി ക്വസ്റ്റ്യനിൽ ബി യൂണിയൻ സി എന്നുള്ള സെറ്റ് ചെയ്യണം. ബി യൂണിയൻ സി എന്താണ് സെറ്റ് വരിക നോക്കണം. ബി യൂണിയൻ സി, ബിയിലെ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 2, 3, 6, 9. സിയിലെ എലിമെന്റ്സ് 1, 4, 5, 8, 9, 10. ബി യൂണിയൻ സി കിട്ടി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എയിലെ എലമെന്റ്സും ബി യൂണിയൻ സിയിലെ എലമെന്റ്സ് കോമൺ ആയിട്ടുള്ള ഏതൊക്കെ നോക്കണം. എ ഇന്റർസെക്ഷൻ 1 എന്നുള്ള രണ്ടിലില്ലേ? 1, 2 രണ്ടിലില്ലേ? ഇവിടെ എ എന്നുള്ള സെറ്റ് നമുക്ക് എന്താ? 1 2 3 4 5. 1 2 3 4 5. ബി യൂണിയൻ സി 2 3 6 9 1 4 5 8 9 10 ആണ് വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ത് വരുമോ നോക്കും. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അപ്പൊ എന്തായിരിക്കും? 1 2 സെറ്റിലും ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് എന്ന് വെച്ചാൽ എ തന്നെയല്ലേ വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്നുള്ള സെറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു അടുത്ത സൈഡ് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയത്. അടുത്ത സൈഡിൽ എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ ബി ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 1 2 3 4 5. ബി എന്ന് പറഞ്ഞാൽ 2 3 6 9. എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 2, 3 എന്ന് കിട്ടിയില്ലേ? എ ഇന്റർസെക്ഷൻ ബി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ട? പിന്നെ വേണ്ട എ ഇന്റർസെക്ഷൻ സി വേണം. എ ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എന്തായിരിക്കും? എ എന്നുള്ള സെറ്റിലും സി എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ളത്. എ എന്നുള്ള സെറ്റിലും സി എന്നുള്ള സെറ്റിലും എന്തുണ്ട്? 1 ഉണ്ട്, 2 3 ഉണ്ടോ? ഇല്ല. 4 5 ഇല്ലേ? 4, 5 ഉണ്ട്. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുക്കാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ യൂണിയൻ എടുക്കാനല്ലേ പറഞ്ഞ്. യൂണിയൻ എടുക്കുമ്പോൾ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടി? നേരത്തെ കിട്ടിയ ഇതേ സെറ്റ് തന്നെ കിട്ടുന്നില്ലേ? 1 2 3 4 5 എന്ന് എഴുതാം. അത് തന്നെയല്ലേ ഇവിടെ രണ്ട് സെറ്റിന്റെയും യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. നേരത്തെ കിട്ടിയ സെറ്റ് രണ്ട് സെയിം അല്ലേ? ആൻസർ വെരിഫൈഡ് ആയില്ലേ? സിമ്പിൾ അല്ലേ? ചെയ്യാൻ സാധിക്കൂലേ മക്കളെ? ചെയ്യാൻ സാധിക്കൂലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം എ എന്നുള്ള ഒരു സെറ്റ് തന്നിട്ടില്ലേ? എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ട വായിക്കുന്നത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 എന്നല്ലേ തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? എക്സ്പ്രസ് എ ആൻഡ് ബി ആർ റോസ്റ്റർ ഫോം എന്നുണ്ട്. ബിയും അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എ മാത്രം വായിച്ചിട്ടുള്ളൂ. ആദ്യം നമുക്ക് എ എഴുതാം. എ ഈക്വൽ ടു എന്ത് വരും? എക്സിന്റെ വാല്യൂ -3യേക്കാൾ വലുതാണ്. എക്സ് -3യേക്കാൾ വലുതാണ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് എന്നുള്ളത് 7നേക്കാൾ ചെറുതാണ്. -3യേക്കാൾ വലുതെന്ന് വരും. ഈക്വൽ ടു ഇല്ല, ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നുമില്ല. അപ്പൊ എന്ത് വരും? -3യേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് -2 -1 0 1 2 3 4 5 6 7 ഇൻക്ലൂഡ് ആവുമോ? ഇല്ല. കാരണം എന്താണ്? 7നേക്കാൾ ചെറുതായിരിക്കണം എക്സിന്റെ വാല്യൂ. ലെസ് ദാൻ ആണ് അവിടെ. ഇനി അടുത്ത ബി ഈക്വൽ ടു എന്താ പറയുന്നത്? ബി ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ബി ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ത് വരും? 1 2 3 4 5 ലെസ് ദാൻ 6നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ്. എയും ബിയും കിട്ടിയില്ലേ? എ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? എക്സ്പ്രസ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. ആൻസർ കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടി ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. സിമ്പിൾ അല്ലേ? എ മൈനസ് ബി നമ്മൾ ചെയ്താന്ന് ഒരുപാട് ചെയ്താണ്. എയിൽ നിന്ന് ബിയിലെ എലമെന്റ്സിനെ ഒഴിവാക്കുക.
എയിൽ നിന്ന് ബിയിലെ എലമെന്റ്സിനെ മാത്രം ഒഴിവാക്കിയാൽ മതി. ഒരു 1 2 3 4 5 വരെയുള്ള എലമെന്റ്സ് ഒഴിവാക്കിയ പോരെ. എന്താ വരിക? -2 -1 0 എന്ന് ആൻസർ കിട്ടിയില്ലേ? -2 -1 0 6 കൂടി ഉണ്ടല്ലേ? 6 ബിയിലുണ്ടാ? ഇല്ല. അപ്പൊ 6 ഇവിടെ എഴുതണ്ടേ? അറിയാതെ മറന്നു പോകരുത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തെറ്റിപ്പോകരുത്. ഓക്കെ, അടുത്തെന്താ? ബി മൈനസ് എ എന്തായിരിക്കും? ബി എന്നുള്ള സെറ്റിൽ നിന്നും എ എന്നുള്ള സെറ്റിനെ മൈനസ് ചെയ്യാ. ബി എന്നുള്ള സെറ്റ് ഇവിടെ എയിലെ എലമെന്റ്സ് ഏതൊക്കെയുണ്ട്? 1 എയിലില്ലേ? 2 എയിലില്ലേ? 1 എയിലില്ലേ? 2 എയിലുണ്ട്, 3 എയിലുണ്ട്, 4 എയിലുണ്ട്, 5 എയിലുണ്ട്. ഏതെങ്കിലും എലമെന്റ്സ് ബാക്കി ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ഒരു എലമെന്റ്സ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ എഴുതുക? 5 എന്ന് എഴുതും. 5 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ യൂണിയൻ എടുത്താൽ മതി. എ മൈനസ് ബി ഇതാ നമ്മൾ ചെയ്ത്. ബി മൈനസ് ഇതാ ചെയ്തു വെച്ച്. അതിന്റെ യൂണിയൻ എടുക്കുക. എന്താ വെച്ചാല് ഈ ഒരു സെറ്റിനുള്ള വരിക. കാരണം ഇവിടെ 5 എന്നല്ല കിട്ടിയിട്ടുള്ളത്, ഓരോ എലമെന്റ്സും ഇല്ലല്ലോ. അപ്പൊ എന്ത് വരും? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു -2 -1 0 6 എന്ന് കിട്ടി. അടുത്ത സൈഡ് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. അത് എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെന്നും ഈക്വൽ ടു എ മൈനസ് ബി. എ മൈനസ് ബി എന്നല്ലേ? ഇതന്നല്ലേ എ മൈനസ് ബി? അപ്പൊ ഈക്വൽ ടു എ മൈനസ് ബി ആണത്. അത് ഓക്കെ. സെൻട്രൽ എന്തുണ്ട്? എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെന്ന് കാണിക്കാണ്ട്. എ ഇന്റർസെക്ഷൻ എയും ബി നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ടിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 1 ഇല്ലേ? 2 3 4 5. ഇവിടെ അതന്നെ ഇല്ലേ? 1 2 3 4 5. എന്തും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ബിത്തെ എലമെന്റ്സ് നോക്കി. ബിത്തെ എലമെന്റ്സ് കംപ്ലീറ്റ് ഏലില്ലേ? ബിയിൽ ഞാൻ ഇപ്പൊ അണ്ടർലൈൻ ചെയ്യുന്ന കംപ്ലീറ്റ് എലമെന്റ്സ് ഏലില്ലേ? ബിത്തെ കംപ്ലീറ്റ് എലമെന്റ്സ് ഏലുണ്ട്. അപ്പൊ എന്ത് പറയാ? എ ബി എന്നുള്ളത് എന്താണ്? എയുടെ സബ്സെറ്റ് അല്ലേ? ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ സാഹചര്യം കൊണ്ട് പറഞ്ഞതാണ്. മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സെറ്റ്സ് എ ആൻഡ് ബി given by a equal to x such that x is a prime number less than 10. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പർ ആയിരിക്കണം x എന്നുള്ളത്. ഇനി അടുത്ത b is equal to x such that x is a natural number which divides 12. നമുക്ക് ആദ്യം എയും ബിയും റോസ്റ്റർ ഫോമിൽ ആക്കുക. അതാണ് എ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ആൻസർ ചെയ്യണം. എ is equal to എന്തായിരിക്കും? എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? അഭാജ്യ സംഖ്യകൾ. പ്രൈം, നോൺ പ്രൈം, ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ അത് കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലടാ? ഓക്കെ, എന്തൊക്കെയായിരിക്കും ഭാജ്യസംഖ്യ, പ്രൈം നമ്പർ, നോൺ പ്രൈം? എന്താ നമുക്ക് പ്രൈം നമ്പർ, ഭാജ്യസംഖ്യ വേണ്ടത് അല്ലെ? അപ്പൊ എന്തൊക്കെയായിരിക്കും പ്രൈം നമ്പേഴ്സ്? എന്തൊക്കെ മലയാള മീഡിയക്കാരെ ശ്രദ്ധിക്കുക. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ, മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പറിനെ, അപ്പൊ 12 എന്നുള്ള നമ്പറിനെ നമുക്ക് പല രൂപത്തിൽ എഴുതാം അല്ലെ? 12 is equal to 6 into 2 4 into 3 എന്നൊക്കെ എഴുതാൻ സാധിക്കൂലേ? പക്ഷെ നമുക്ക് 11 എന്നുള്ള നമ്പറിനെ എത്ര രൂപത്തിൽ എഴുതാൻ സാധിക്കും? 11 into 1 എന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. 11 into 1 എന്ന് മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. 8 എന്നുള്ള നമ്പറിനെ 4 into 2 എന്ന് എഴുതാം, 8 into 1 എന്ന് എഴുതാം, എങ്ങനെ ചെയ്യാം. പക്ഷെ 7 എന്നുള്ള നമ്പറോ 7 into 1 എന്ന് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഫ്രാക്ഷൻ ഫോമിലൊക്കെ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് നമുക്ക് വേണ്ട. ഫ്രാക്ഷൻസ് നമുക്ക് വേണ്ട. നാച്ചുറൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഈ 7 ഉള്ള ഏതൊരു നമ്പറിനെയും ആ നമ്പർ into 1 എന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് പ്രൈം നമ്പേഴ്സ്. നമുക്ക് 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ നോക്കാം. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ആണ് 2. ഒരു ഈവൺ ആയിട്ടുള്ള പ്രൈം നമ്പറാണ്. ഈവൺ നമ്പേഴ്സ് ആയിട്ടുള്ള പ്രൈം നമ്പർ ആകെ ഒന്നേ ഉള്ളൂ, അത് 2 ആണ്. 2. നെക്സ്റ്റ് 3, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം. നെക്സ്റ്റ് 3, then 5, then 7. 10നേക്കാൾ ചെറുതായിരിക്കും. 8 ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ? 9 ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. എ കിട്ടി. ഇനി ബി എന്തായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? x is a natural number which divides 12. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 12/1 ചെയ്യാൻ സാധിക്കൂലേ? 12/1 എന്തായിരിക്കും? 12/1 കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂലേ? 1 ഇൻക്ലൂഡ് ആണ്. 12/2 ചെയ്യാൻ സാധിക്കൂലേ? 2 ഇൻക്ലൂഡ് ആണ്. 12/3 ചെയ്യാൻ സാധിക്കൂലേ? ആൻസർ 4 കിട്ടൂലേ? 3 ഇൻക്ലൂഡ് ആണ്. 12/4 ചെയ്യാൻ സാധിക്കൂലേ? ആൻസർ 3 കിട്ടൂലേ? 4 ഇൻക്ലൂഡ് ആണ്. 12/5 ചെയ്യാൻ സാധിക്കുമോ?
ഇല്ല, അത് ഫ്രാക്ഷൻ ഫോമിലേക്ക് എത്തും, ഡെസിമൽ ഫോമിലേക്ക് എത്തും. അപ്പൊ ഇൻക്ലൂഡ് അല്ല. 12/6 ചെയ്യാൻ സാധിക്കൂലേ? 6 ഇൻക്ലൂഡ് ആണ്. 12/7 സാധിക്കോ? ഇല്ല. 12/8 ഇല്ല. 12/9 ഒക്കെ ഫ്രാക്ഷൻ ഫോമിലേക്ക് എത്തും. കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകില്ല. 12/10 ഓക്കെ നോ ചെയ്യാൻ സാധിക്കില്ല. 12/11 ചെയ്യാൻ സാധിക്കില്ല. 12/12 ഓക്കെ ചെയ്യാൻ സാധിക്കും. ആൻസർ എന്ത് കിട്ടി? 12 അവസാനിച്ച് അല്ലെ. 12/13 പോകുമ്പോൾ ഒരിക്കലും 1 പോലും കിട്ടുന്നില്ല ആൻസർ. അപ്പൊ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പേഴ്സ് നമ്മൾ എഴുതി. നമുക്ക് എ എന്നുള്ള സെറ്റും പിന്നെ എന്ത് കിട്ടി? ബി എന്നുള്ള സെറ്റും കിട്ടിയില്ലേ? നമുക്ക് എന്ത് വേണം? ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് ബി മൈനസ് എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഫൈൻഡ് എ യൂണിയൻ ബി. സിമ്പിൾ അല്ലടാ. എന്താ വരിക? എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്? പറഞ്ഞോളേ. 2 3 5 7 എത്തെ എലമെന്റ്സ് എഴുതി. ഇനി ബിത്തെ എലമെന്റ്സ് ഏതൊക്കെ വരിക? 1 2 എഴുതിയിട്ടുണ്ട്, 3 എഴുതിയിട്ടുണ്ട്, 4 6 12. എ യൂണിയൻ ബി കിട്ടിയില്ലേ? ദെൻ ആൻഡ് ബി മൈനസ് എ. ബി മൈനസ് എ എന്തായിരിക്കും? ബി മൈനസ് എ. ബിയിൽ നിന്ന് എയിലെ എലമെന്റ്സുകളെ മൈനസ് ചെയ്യാം. ബി എന്നുള്ള സെറ്റ് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എഴുതിയിട്ടില്ലേ? അതിൽ നിന്ന് എയിലെ എലമെന്റ്സ് മൈനസ് ചെയ്യാം. ഏത് എലമെന്റ്സ് ഒഴിവാക്കുമ്പോൾ എന്ത് വരും? 2 3 5 7 ഒഴിവാക്കണം. എന്ത് വരും? 1 4 6 12 അല്ലേ വരിക? കാരണം ആ 2 3 എന്നത് ബി എയിൽ ഇൻക്ലൂഡ് ആണ്. ബി മൈനസ് എ ചെയ്യാൻ പറഞ്ഞാൽ ഏത്തെ എലമെന്റ്സിന് ബിയിൽ നിന്ന് ഒഴിവാക്കണം. ഒഴിവാക്കിയപ്പോൾ കിട്ടിയതാണ് 1 4 6 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ എന്ത് കിട്ടി? ബി മൈനസ് എ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ. എ യൂണിയൻ ബി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ? എ യൂണിയൻ ബി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? എ എന്നുള്ള സെറ്റ് നമ്മൾ കണ്ടെത്തിയ സെറ്റ് മൈനസ് ചെയ്യണം. അപ്പൊ എ യൂണിയൻ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ 2 3 5 7 മൈനസ് ചെയ്താൽ ബാക്കി ഇതല്ലേ കിട്ടുക? എന്ത് കിട്ടും? എ യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു 1 4 6 12 നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഇത് തന്നെ അല്ലേ ഈക്വൽ ടു ബി മൈനസ് എക്ക് ഈക്വൽ അല്ലേ? ആൻസർ ആയി. ഇത് ബി മൈനസ് എ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻസർ ആയി, വെരിഫൈഡ് ആയി. സിമ്പിൾ അല്ലേ? ചെയ്യാൻ സാധിക്കൂലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിക്ക് പോയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടില്ലേ? യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8. എന്നിട്ട് എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും എങ്ങനെ കാണിച്ചിട്ടുണ്ട്? റോസ്റ്റർ ഫോമിൽ, സെറ്റ് ബിൽഡർ ഫോമിൽ കാണിച്ചിട്ടുണ്ട്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എ ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്നാണ് ഇത് വായിക്കുക. ഇത് എക്സ് ബിലോങ്സ് ടു യു. യു എന്നുള്ള സെറ്റിൽ നിന്നാണ് എക്സ് എന്നുള്ള എലമെന്റ്സ് വരുന്നത്. ആൻഡ് എക്സ് ഇസ് എ പ്രൈം നമ്പർ. എന്തൊക്കെയായിരിക്കും എ വരിക? എ ഇസ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും എ വരിക? ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് 2 ഇൻക്ലൂഡ് അല്ലേ? പ്രൈം നമ്പർ അല്ലേ? 3 പ്രൈം നമ്പർ അല്ലേ? 5 പ്രൈം നമ്പർ അല്ലേ? 7 പ്രൈം നമ്പർ അല്ലേ? എ കിട്ടിയല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനും പ്രൈം നമ്പേഴ്സ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി സിമ്പിൾ ആണ് നമുക്ക് ചെയ്യാൻ. അടുത്ത എന്താ? ബി ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. എന്നിട്ട് എക്സ് എന്നുള്ള എക്സ് ഗ്രേറ്റർ ദാൻ 2, 2നേക്കാൾ വലുതായിരിക്കണം. ഏതൊക്കെ വരും? 3 4 5 6 7 8 എന്ന് കിട്ടിയ ആൻസർ ബി കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് എ ആൻഡ് ബി ആർ റോസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞു. ബി വെരിഫൈ ദാറ്റ്. എ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ബി വെരിഫൈ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടെത്തണം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താ വരിക? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റ്, എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ളത്, എ എന്നുള്ള സെറ്റിലും ബി എന്നുള്ള സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെ നോക്കുക? എ എന്നുള്ള സെറ്റിൽ എന്തുണ്ട്? 2 ഉണ്ട്. ബിയിൽ 2 ഉണ്ടോ? ഇല്ല. എയിൽ 3 ഉണ്ട്. ബിയിലും 3 ഇല്ലേ? 3 5 7 എന്നാണ് വരിക. 5ഉം 7ഉം 3ഉം 5ഉം 7ഉം രണ്ട് സെറ്റിലും ഇല്ലേ? 3 5 7 നമുക്ക് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് കോംപ്ലിമെന്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്തിന് മൈനസ് ചെയ്യലാണ്? യൂണിവേഴ്സൽ സെറ്റ്, അതായത് എ ഇന്റർസെക്ഷൻ ബിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഒഴിവാക്കുക.
എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള സെറ്റ് അല്ലാത്ത എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റ് ഇല്ലേ, ഏതൊക്കെ വരും ഒന്ന് നോക്കിക്കാണി, ഒന്ന് ചെയ്ത് നോക്കി, ഒന്ന് ഏതൊക്കെ വരും പറയും. എ ഇന്റർസെക്ഷൻ ബി എലമെന്റ്സിന് ഒഴിവാക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ 1 to 8 വരെ അല്ലേ, അതിൽ നിന്നും 3 എന്നുള്ള എലമെന്റും 5 എന്നുള്ള എലമെന്റും 7 എന്നുള്ള എലമെന്റും ഒഴിവാക്കിയാൽ എന്തൊക്കെ കിട്ടും? 1 2 3 ഒഴിവാക്കണ്ടേ, 4 5 ഒഴിവാക്കണ്ടേ, 6 7 ഒഴിവാക്കണ്ടേ, 8 ഇതല്ലേ വരിക. 1 2 4 6 8 എന്ന ആൻസർ കിട്ടിയില്ലേ. ഇനി അതിന്റെ കൂടെ ചെയ്യേണ്ട എന്തായിരുന്നു? അതിന്റെ കൂടെ ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? എ കോംപ്ലിമെന്റ് എ ഇന്റർസെക്ഷൻ യൂണിയൻ ബി ഇന്റർസെക്ഷൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടെത്തണം? എ ഇന്റർസെക്ഷൻ ഈക്വൽ ടു എന്താന്ന് നോക്കണ്ടേ? എ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്നുള്ള സെറ്റിന് ഒഴിവാക്കലല്ലേ. യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8, അതിൽ നിന്ന് എ എന്നുള്ള സെറ്റ് 2 3 5 7 അത് ഒഴിവാക്കി എന്ത് കിട്ടും? 1 1 2 എഴുതാൻ സാധിക്കോ? ഇല്ല. 3 എഴുതാൻ സാധിക്കോ? ഇല്ല. 4 6 8 എന്ന ആൻസർ കിട്ടില്ലേ. 1 4 6 8. ഇനി ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? യു മൈനസ് ബി എന്നുള്ള സെറ്റ്. യുയിൽ നിന്ന് ബി എന്നുള്ള സെറ്റിന് ഒഴിവാക്കുക. ബി എന്നുള്ള സെറ്റ് നമുക്ക് എന്ത് കിട്ടി? 3 4 5 6 7 8 ഒഴിവാക്കിയാൽ ബാക്കി എന്ത് കിട്ടും? 1 ഉം 2 മാത്രല്ലേ. ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുത്താൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ത് വരും? 1 1 2 4 6 8. നേരത്തെ നമുക്ക് ചെയ്തിട്ടുള്ള എന്താണ് കിട്ടിയത്? ഇപ്പോ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റിന് കിട്ടിയില്ലേ? വെരിഫൈഡ് ആയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് യൂണിയനും ഇന്റർസെക്ഷനും കോംപ്ലിമെന്റും ചെയ്യാൻ അറിഞ്ഞ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കൂലേ? ഓക്കെ, നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം അല്ലെ. എന്താണ്? എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു വോൾ നമ്പേഴ്സിന്റെ W ആണ്, എക്സ് ലെസ് ദാൻ 5. അതുപോലെ തന്നെ ബി തന്നിട്ടുണ്ട് ആൻഡ് യു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എ ക്വസ്റ്റ്യൻ എന്താ? എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം എന്നല്ലേ എ ക്വസ്റ്റ്യൻ. നമുക്ക് എ ക്വസ്റ്റ്യന്റെ ആൻസർ ആദ്യം ചെയ്യാം. എ എന്നുള്ള സെറ്റിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ എന്നുള്ള സെറ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്നുള്ള സെറ്റിൽ എ ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വോൾ നമ്പർ, എക്സ് ബിലോങ്സ് ടു വോൾ നമ്പർ, എക്സ് ഒരു വോൾ നമ്പർ ആണ്, എക്സ് ലെസ് ദാൻ 5, 5നേക്കാൾ ചെറിയ വോൾ നമ്പേഴ്സ് ഏതൊക്കെ വരിക? അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഇസ് ഈക്വൽ ടു 0 1 2 3 4 എന്നിവരെ എന്ത് കിട്ടും? എ കിട്ടും. വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 1 2 3 4 5 6 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ആയതാണ് എന്ത്? വോൾ നമ്പേഴ്സ്. അതാണ് ഇവിടെ 0 എന്ന്. അവിടെ ഡബ്ല്യൂന്റെ സ്ഥാനത്ത് എൻ ആണെങ്കിൽ 0 വരുമോ? ഇല്ല. അവിടെ 1 2 3 4 എന്ന് മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് ബി കണ്ടെത്തണം. ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ബി ഈക്വൽ ടു എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5. നമ്മൾ തൊട്ട് മുമ്പ് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ പ്രൈം നമ്പേഴ്സ് 5നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് 2 3 ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ എയും ബിയും കിട്ടിയില്ല നമുക്ക്. ഫൈൻഡ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ആദ്യം എ മൈനസ് ബി ചെയ്യണ്ടേ. എ മൈനസ് ബി എന്ത് വരും? എ മൈനസ് ബി ഈക്വൽ ടു എയിൽ നിന്ന് ബി ഒഴിവാക്കി എന്ത് വരും? 0 1 4 എന്ന് എ മൈനസ് ബി കിട്ടിയില്ലേ. ബി മൈനസ് എ എന്ത് കിട്ടും? ബി മൈനസ് എ. ബിയിൽ നിന്നും എനെ ഒഴിവാക്കുക. എന്താ കിട്ടുക? ബിയിൽ നിന്നും എ ഒഴിവാക്കിയാല് 5 എന്ന് വരും. കാരണം എന്താണ്? ബി എന്നുള്ള സബ്സെറ്റ് അല്ലേ. നോക്കി ആ 2 ഉം 3 ഉം ഏലില്ലേ, രണ്ടുകൊണ്ട് ബിന്ന്, അതായത് ബിയിൽ നിന്ന് എനെ ഒഴിവാക്കുക. 2 എന്നുള്ള ഏലുണ്ട് ഒഴിവാക്കി, 3 എന്നുള്ള ഏലുണ്ട് ഒഴിവാക്കി. പിന്നെ വേറെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടാ? ഒരു എലമെന്റ്സും ഇല്ല. അപ്പൊ എന്ത് വരിക? 5 എന്ന് വരും. എന്നുവെച്ചാൽ നൾ സെറ്റ്, ഒരു എലമെന്റ്സ് ഇല്ലാത്ത സെറ്റ്. അതിന്റെ യൂണിയൻ എടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? എ മൈനസ് ഇത് നമ്മൾ ചെയ്ത്, ഞാൻ അണ്ടർലൈൻ ചെയ്ത് കണ്ട ക്വസ്റ്റ്യനില് എ മൈനസ് ബി ചെയ്ത് ബി മൈനസ് ചെയ്ത് രണ്ടും ചെയ്ത് അതിന്റെ യൂണിയൻ എടുക്കുക. അപ്പൊ എന്ത് വരും? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എന്ത് വരിക? 0 1 4 എന്ന ആൻസർ കിട്ടി. ഇനി അതില് ബി ക്വസ്റ്റ്യൻ തന്നെ വെരിഫൈ എന്നുണ്ട്. ബി ക്വസ്റ്റ്യൻ വേറെ ഒന്നും കൂടി ഉണ്ട്. വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതെല്ലാം നമുക്ക് എന്താണ്? സെറ്റിന്റെ പ്രോപ്പർട്ടീസിൽ പെട്ടതാണ്. നിങ്ങൾ സെറ്റിലുള്ള ചാപ്റ്റർ പഠിച്ചതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡീപ്പായിട്ട് പറയുന്നില്ല. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചതാണ്, ഇതൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. എ യൂണിയൻ ബി എന്ത് വരും?
എ യൂണിയൻ ബി. എ എന്നുള്ള സെറ്റ് നമ്മൾ എഴുതിയിട്ടില്ല എന്നാ. എ എന്നുള്ള സെറ്റ് എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു 0 1 2 3 4 എന്ന് വരെയായിരുന്നു. എ യൂണിയൻ ബി എന്തായിരിക്കും? 0 1 2 3 4. ബി എന്നുള്ള സെറ്റ് എന്തായിരുന്നു? 2 3. ആ 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ എ യൂണിയൻ ബി കിട്ടിയില്ലേ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എ തന്നെ അല്ലേ? അതിന്റെ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യുവിന്റെ ആവശ്യമില്ലേ? യു നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടില്ല. യു നമുക്ക് ചെയ്തു നോക്കാം. യു ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ. ഒരു ഇൻഡിജർ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. ആ എക്സ് ഉള്ള ഇൻഡിജർ 0 6 ഇടയിലാണ്. പക്ഷെ 0 6 ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഏതൊക്കെ വരിക? 0 1 2 3 4 5 6 എന്ന് കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ കോംപ്ലിമെന്റ് എന്ത് വരും? എ കോംപ്ലിമെന്റ് ഈ 0 1 2 3 4 5 6 നിന്ന് എന്ത് ഒഴിവാക്കണം? 0 1 2 3 4 ഒഴിവാക്കിയാൽ ബാക്കി 5,6 എന്ത്? സോറി, എ കോംപ്ലിമെന്റ് അല്ല, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കേട്ടോ. അവിടെ മാറ്റം വരുത്തുന്നുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് 5,6 കിട്ടിയില്ലേ? ഒരു സൈഡ് കിട്ടില്ലേ? അടുത്ത സൈഡ് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ത് വരും? യു അവിടെ ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? 0 1 2 3 4 5 6. അതിൽ നിന്നും എ ഒഴിവാക്കണം. എ എന്താണ്? 0 1 എ എന്ത് കിട്ടി? 0 1 2 3 4. അത് ഒഴിവാക്കിയ ബാക്കി എന്ത് വരും? എ കോംപ്ലിമെന്റ് 5,6 എ കോംപ്ലിമെന്റ് കിട്ടില്ലേ? ഇനി ആൻഡ് ബി കോംപ്ലിമെന്റ് കിട്ടിയതിന് ശേഷം ഇന്റർസെക്ഷനിൽ എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് കണ്ടെത്തേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നല്ലേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് നമുക്ക് ഇവിടെ കിട്ടി. എ കോംപ്ലിമെന്റ് എന്താ കിട്ടിയത്? ഞാൻ റെഡ് ആയിട്ട് ഔട്ട് ചെയ്തോണ്ടാ. എ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. ബി കോംപ്ലിമെന്റ് എന്താവും വരിക? ബി കോംപ്ലിമെന്റ് എന്താ വരിക? ബി എന്നുള്ള എലമെന്റ്സ് 2, 3 മാത്രല്ലേ? അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 1 0. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി എന്നുള്ള സെറ്റ് 2, 3 അത് മാറ്റി നിർത്തണം. അപ്പൊ ഏതൊക്കെ വരും? 0, 1, 4, 5, 6 ഇതല്ലേ വരിക? ഈ എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താവും കിട്ടുക? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5,6. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 1 4 5 6. ആൻസർ എന്ത് കിട്ടി? 5,6 കിട്ടിയില്ലേ? 5,6 കിട്ടില്ലേ? ഇത് തന്നെയല്ലേ നേരത്തെ നമുക്ക് കിട്ടിയതും? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് തന്നെയല്ലേ കിട്ടിയതും? ആൻസർ ശരിയല്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് കിട്ടിയില്ലേ? ആൻസർ ആയില്ലേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് ആൻസർ ആയില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പരിചയപ്പെട്ടിരുന്നത്. എ എന്നുള്ളത് ബിയുടെ സബ്സെറ്റ് ആണ്. എയിലും ബിയിലും കൂടി കോമൺ ആയിട്ടുള്ള എന്തായിരിക്കും? ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്നത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്താന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എയിലും എ ബിയിലെ സബ്സെറ്റ് ആണ് എന്ന് വെച്ചാൽ എയിലെ എലമെന്റ്സ് മൊത്തം ബിയിലുണ്ട്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് എന്തായിരിക്കും? എന്തുണ്ടാവും? എ ഉണ്ടാവൂലേ? അതായത് എ എന്നുള്ള ബി എന്ന് പറയുന്നത് 1 to 10 ആണ്. എ എന്നുള്ള 1 to 5 ആണ്. എല്ലാ എലമെന്റ്സും ബിയിലില്ലേ? രണ്ടിനും കൂടി കോംപ്ലിമെന്റ് എടുത്ത, രണ്ടിനും കൂടി ഇന്റർസെക്ഷൻ എടുത്ത, രണ്ടിലും കോമൺ ആയിട്ട് എടുത്ത എന്തുണ്ടാവും? 1 2 3 4 5 ഉണ്ടാവില്ലേ? രണ്ടിലും 1 2 3 4 5 ഉണ്ടാവില്ലേ? അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്താണ്? 1 2 3 4 5 ആണ്. എന്ന് വെച്ചാൽ എ തന്നെയാണ്. നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. രണ്ടിൽ എലമെന്റ്സ് ഒന്ന് ചെയ്ത് എന്താ കിട്ടുക? ബി ആണ് കേട്ടോ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ദി സെറ്റ്സ് യു ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് 1 to 10. യൂണിവേഴ്സൽ സെറ്റ് 1 to 10 എന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി എന്ത് വരും?
എ യൂണിയൻ ബി ഈക്വൽ ടു ഓക്കെ എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എലിമെന്റ്സ് ചെയ്താൽ എ എന്നുള്ള എലിമെന്റ്സ് ചെയ്താൽ 1 2 3 4 5, ബിയിലെ എലിമെന്റ്സ് 2 എഴുതിയിട്ടുണ്ട്, 4 എഴുതിയിട്ടുണ്ട്, 6 8 10 എന്ന് കിട്ടിയില്ലേ? എ യൂണിയൻ ബി കിട്ടി. ഇനി വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ എന്തായിരിക്കും? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന സെറ്റിനെ മൈനസ് ചെയ്യല്ലേ? എ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 എന്നുള്ള ഒരൊറ്റ എലമെന്റ് മാത്രല്ലേ? കൂടെ എന്തുകൊണ്ട് 7 9 7,9 എന്നുള്ള ഈ രണ്ട് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ത് വരും? എ ഉള്ള എലമെന്റ്സിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് എ എന്നുള്ള എലമെന്റ്സ് 1 2 3 4 5 അത് ഒഴിവാക്കി എന്ത് കിട്ടും? 6 7 8 9 10 എന്ന് കിട്ടൂലേ? 8 9 10 എന്ന് കിട്ടി. എ കോംപ്ലിമെന്റ് കിട്ടി. ഇനി ബി കോംപ്ലിമെന്റ് എന്ത് വരും? ബി എന്നുള്ള സെറ്റ് 2 4 6 8 10 അത് ഈവൻ നമ്പേഴ്സ് ആണല്ലേ? അത് ഒഴിവാക്കിയാൽ 1 3 5 7 9 എന്ന് കിട്ടിയില്ലേ? രണ്ടിന്റെ ഇന്റർസെക്ഷൻ, രണ്ടിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ത് വരും? 7,9 രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അത് എന്തിന് ഈക്വൽ ആണ്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റിന് ഈക്വൽ അല്ലേ? വെരിഫൈഡ് ആയില്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, എ സബ്സെറ്റ് ഓഫ് ബി. എ എന്നുള്ളത് ബിയുടെ സബ്സെറ്റ് ആണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി എന്തായിരിക്കും? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എ യൂണിയൻ ബി എന്തായിരിക്കും? എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബിയും എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എയും ആയിരിക്കും. തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നിട്ട് ഡ്രോ വെൻ ഡയഗ്രാം ഓഫ് ബി മൈനസ് എ. അപ്പൊ വെൻ ഡയഗ്രാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു ബോക്സ്, ഈ ബോക്സ് ആണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. ഇതിൽ എ എന്നുള്ള സെറ്റ് ഉണ്ട്, ബി എന്നുള്ള സെറ്റ് ഉണ്ട്, എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും ഉണ്ട്. എ എന്നുള്ള സെറ്റ് ആണ് ആദ്യം ഈ വർഷം എ, ബി ആണ് യൂണിവേഴ്സൽ സെറ്റ്. എ എന്നുള്ള സെറ്റിൽ നിന്നും ബീനെ മാറ്റി നിർത്തണം. എ എന്നുള്ള സെറ്റിൽ നിന്നും ഈ ബീനെ അങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം മൊത്തമായിട്ട് മാറ്റി നിർത്തണം. എ എന്നുള്ള സെറ്റിൽ നിന്നും ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലെ ബി എന്നുള്ളത്, അത് മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന ഭാഗം ഏതായിരിക്കും? ഞാൻ മറ്റൊരു കളർ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് അതല്ലേ ബാക്കി വരുന്ന ഭാഗം. ബീനെ മാറ്റി നിർത്തിയാൽ, അപ്പൊ ഞാനിവിടെ ഈ ഒരു ബ്രൗൺ ആയിട്ട് എഴുതുന്നത് എന്താണ്? എ മൈനസ് ബി. എയിൽ നിന്ന് ബി മൈനസ് ചെയ്തല്ലേ? ഈ റെഡ് കാണിക്കുന്ന ഏതാണ്? ബി മൈനസ് എ ആണോ? അല്ല, ഇത് ബി എന്നുള്ള സെറ്റ് കംപ്ലീറ്റ് ആണ്. ഇനി ബി മൈനസ് എ എന്താവും വരിക? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി മൈനസ് എ ആണ്. നമ്മളിപ്പോ ചെയ്തത് എ മൈനസ് ബി ചെയ്ത്. ഇനി ബി മൈനസ് എന്താവും വരിക എന്നുള്ള നമുക്ക് നോക്കാം. ബി മൈനസ് എ എന്താവും വരിക നോക്കാം. നമുക്ക് ബിയിൽ നിന്ന് എയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കണം. ബി എന്നുള്ള സെറ്റ് ഉണ്ട്, അതിൽ നിന്ന് എയിലുള്ള എലമെന്റ്സ് ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം അവിടെ ഒഴിവാക്കി നിർത്തിയാൽ കാണുന്ന ഭാഗമില്ലേ? അതാണ് എന്ത്? ബിയിൽ നിന്ന് എനെ ഒഴിവാക്കി, കംപ്ലീറ്റ് ഒഴിവാക്കി. ഞാൻ മറ്റൊരു കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമില്ലേ? ഈ ഭാഗമാണ് എന്ത്? ഓ സോറി. അപ്പൊ ഈ കളർ ചെയ്ത ഭാഗമില്ലേ? ഈ ഭാഗമാണ്, ഈ ബ്രൗൺ കൊണ്ട് കളർ ചെയ്ത ഭാഗമാണ് എന്ത്? നമുക്ക് ബി മൈനസ് എ. റെഡ് കംപ്ലീറ്റ് ചെയ്യേ. ഈ ബ്രൗൺ കാണുന്ന ഭാഗമാണ് എന്ത്? നമുക്ക് ബി മൈനസ് എ എന്ന് പറയുന്ന ഭാഗം. ക്ലിയർ അല്ലേ? ഇത് വെൻ ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചു. ആണ് വെൻ ഡയഗ്രാം എന്നുള്ളത്. വെൻ ഡയഗ്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, നമുക്ക് ഒത്തിരി സംഗതികളും ചെയ്യാം. എന്താ, ഞാനിത് ക്ലിയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ മറ്റൊരു വെൻ ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. ഇതിൽ എ എന്നുള്ള സെറ്റ്, എ എന്നുള്ള സെറ്റ്, ബി എന്നുള്ള സെറ്റ്, എ എന്നുള്ള സെറ്റ് ഉണ്ട്, ബി എന്നുള്ള സെറ്റ് ഉണ്ട്. ഇനി എ എന്നുള്ള സെറ്റില് നമുക്ക് ചെയ്യേണ്ടത് എ യൂണിയൻ ബി എന്തായിരിക്കും? എയിലും ബിയിലെ എലിമെന്റ്സ് കംപ്ലീറ്റ്, ഇത് മൊത്തം ഉണ്ടാവും. ഇനി എ ഇന്റർസെക്ഷൻ ബി നോക്കാം. ഞാൻ ഇതിൽ തന്നെ ഇത് ക്ലിയർ ചെയ്തിട്ട് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി എന്താവും നോക്കാം.
എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം ഇവിടെ ആയിരിക്കും. എയിലും ബിയിലും കോമൺ ആയിട്ട് ഉണ്ടാവുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. അടുത്ത് നമുക്ക് എ കോംപ്ലിമെന്റ് നോക്കാം. എ കോംപ്ലിമെന്റ് എയിൽ അല്ലാത്ത ബാക്കി എല്ലാ ഭാഗവും എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇൻക്ലൂഡ് അല്ല. ഇതാണ് എ എന്നുള്ള സെറ്റ്, ഇതാണ് ബി എന്നുള്ള സെറ്റ്. എ ഇൻക്ലൂഡ് അല്ല. ഇൻക്ലൂഡ് അല്ലാത്ത ഭാഗങ്ങൾ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇൻക്ലൂഡ് അല്ലാത്ത ബാക്കി എല്ലാ ഏരിയകളും. ഞാൻ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് എയിൽ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചോ. എയില് മാത്രം ഷെയ്ഡിങ് ടച്ച് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ഏരിയ ഉണ്ട്. ഇതാണ് എ കോംപ്ലിമെന്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇവിടെ എ എന്നുള്ള സെറ്റ് ഉണ്ട്. എയില് അല്ലാത്ത ബാക്കി എല്ലാ ഭാഗത്തും ബ്രൗണിന്റെ ഉള്ളിലേക്ക് കടന്നോ ഇല്ല. ഇതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഈ വരച്ചതാണ്, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എ കോംപ്ലിമെന്റ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെൻ ഡയഗ്രംസ് വരക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ലാത്ത 1-2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, വെൻ ഡയഗ്രം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. ഓക്കെ, താങ്ക് യു.